എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ മലയാളം വെബിനാറിന്റെ 1689 ദിവസമാണിന്ന്. ഇന്ന് മലയാളം വിഭാഗത്തിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ഗോപികൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഗോപികൃഷ്ണൻ ഡോക്ടറെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമുക്ക് വളരെ നന്നായി ആദ്യമായി തന്നെ നമുക്ക് ഈ ബാഷ് ഫ്ലവർ റെമഡീസിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നതും അതിനെക്കുറിച്ച് ധാരാളം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതുമായ വ്യക്തിത്വമാണ് ഡോക്ടർ ഗോപികൃഷ്ണൻ സാറ്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ CMO ആയി വർക്ക് ചെയ്യുന്നു. അതുപോലെ തൃശ്ശൂരും ഒരു ഹോസ്പിറ്റൽ ഫാക്കൽറ്റി ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോഴും ഹോമിയോപ്പതിക്ക് വേണ്ടി ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഗോപികൃഷ്ണൻ സാറിനെ ഞാൻ വളരെ ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. സാറെ, ക്ലാസ് തുടങ്ങും. ഒരു മിനിറ്റ് ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ആയിട്ടുണ്ട്. ആണോ? ഇപ്പൊ കേറിയിട്ടുണ്ട്. ഹോസ്റ്റ് ആക്കിയിട്ട് ഡോക്ടർ ശൈല ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാന് ഗോപികൃഷ്ണൻ സാറിനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ സാറ് വീണ്ടും ലെഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിനെ ഒന്നുകൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറെ, ക്ലാസ് തുടങ്ങും. സാറെ അൺമ്യൂട്ട് ചെയ്യണേ. ശരിയായോ? ശരിയായി. കേൾക്കാം. 1-2 മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. വന്യപിതാവ് എൻ്റെ മരിച്ചുപോയ അപ്പുകുട്ടമ്മനെയും കഥാമൃതാംഗമയും സമൽഹാനുമായി സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, എന്തോ വീഡിയോ അത്ര ക്ലിയർ അല്ലല്ലോ സാർ. എന്തോ ഒരു പുക പടലം പോലെ, ഇതിനൊരു മിസ്റ്റ് പോലെ തോന്നുന്നു. സാറില്ല, കേൾക്കാലോ, അത് മതി. കേൾക്കാം, പക്ഷെ മുഖം മറഞ്ഞിരിക്കും. കുറച്ച് ക്ലാരിറ്റി കുറവാണ്. സാരല്ലേ, നമ്മളന്ന് 12 ഹീലേഴ്സിന് നമ്മള് സെലക്ട് ചെയ്യുന്ന സമയത്ത് 7 ഹെഡിങ്സ് പ്രകാരമാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിൽ നമ്മള് ഫസ്റ്റ് ഫിയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് ബാഷ് റെമഡീസിന്റെ സെക്കൻഡ് പോയിന്റ് ആണ് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം. അതിൽ അനിശ്ചിതത്വത്തില് ഈ ബാഷ് റെമഡീസ് പറയുന്നതിന് മുമ്പ് ഒരു 2 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, 2 സിസ്റ്റം അല്ലെങ്കിൽ ഒരു 2 ടോപ്പിക്കിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസ്സിലേക്ക് എത്താം. അപ്പൊ നമ്മളൊക്കെ പല രീതിയിൽ നമ്മളെ പേഷ്യൻസിനെ നമ്മൾ ചികിത്സിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മെഡിസിൻസ് ആക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട റിസൾട്ട് നമുക്ക് കിട്ടാതിരിക്കുക എന്നൊക്കെ ഒരു എൻഡ് പോയിന്റ് നമുക്ക് വരും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അപ്പൊ നമ്മൾ ഹോമിയോപ്പതി ചെയ്യണോ, വേറെ ആൾട്ടർനേറ്റീവ് സിസ്റ്റം ചെയ്യണോ എന്നൊക്കെ സംശയം വരുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ പ്രത്യേകിച്ച് എമോഷണൽ പ്രോബ്ലംസ്, സൈക്കിക് പ്രോബ്ലംസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള അന്വേഷണത്തിൽ നമ്മൾ എത്തിപ്പെട്ടതാണ് റേക്കി ഹീലിംഗ് എന്നുള്ള കാര്യം. REIKA, റേക്കി ഹീലിംഗ്. ആ റേക്കി ഹീലിംഗ് നമുക്ക് പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ നമ്മുടെ പ്രാക്ടീസ് ഫീൽഡിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സൈക്കിക് പ്രോബ്ലംസ് എന്നൊക്കെ നമുക്ക് അവർക്ക് ചികിത്സിക്കാൻ പറ്റുകയാണെങ്കിൽ മരുന്നില്ലാണ്ട് തന്നെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായം ശരിക്കും പറയാം. നമ്മുടെ യൂണിവേഴ്സൽ എനർജിയെ നമ്മുടെ ശരീരത്തിൽ കൂടെ എടുത്ത് നമ്മുടെ 2 ഉള്ളം കൈയിലേക്ക് എടുത്തിട്ട് നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി നമ്മുടെ കയ്യിൽ തട്ടി അങ്ങനെ ആ ഷോക്ക് വേവ്സ് മാതിരി ഒരു ഹീറ്റ് വേവ്സ് നമ്മുടെ 2 പാമ്പിലും ഉള്ളം കയ്യിൽ നമുക്ക് ലഭിക്കുന്നു. ഈ ഉപയോഗിച്ചിട്ട് രോഗിയുടെ 21 പൊസിഷനിൽ 6-7 ചക്രാസ്
ഹീലിംഗ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് എമോഷണലി, ഫിസിക്കലി, മെന്റലി അവർക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മളത് 10-30 കൊല്ലം മുമ്പേ ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പലരും പഠിച്ചിട്ട് അത് വളരെയധികം യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. ഒരു സൈക്കിക് കേസിൽ നമുക്ക് ഒരു പേഷ്യന്റ് നമുക്ക് വന്ന സമയത്ത് അവർക്ക് ബ്രസ്റ്റ് പെയിൻ ആണെന്ന് പറഞ്ഞിരുന്നു. ബ്രസ്റ്റ് പെയിൻ അവര് റെയിൽവേ ഹോസ്പിറ്റലിൽ കാണിച്ച് മാറിയില്ല. അവര് പെരമ്പൂര് കൊണ്ട് കാണിച്ചു, ഹയർ അവിടെയും മാറിയില്ല. അവസാനം നമ്മളൊക്കെ അറിയാം. അങ്ങനെ ബൈ ചാൻസ് നമ്മൾ അവിടേക്ക് എത്തി. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഫിസിക്കൽ പ്രോബ്ലം തന്നെയാണ് വിചാരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് മാസ്റ്റൈറ്റീസ് ആയിരിക്കും വേറെ, പക്ഷെ അതിനൊന്നും റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ 21 ഡേയ്സ് ഒരു ഹീലിംഗ് പ്രോസസ്സ് ഒരു ഹാഫ് ആൻ അവർ വീതം ഡെയിലി വീട്ടിൽ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു ഹെഡ് പൊസിഷനിലും നെക്കിലും ചെസ്റ്റിലും ലെഗിലും ഫുൾ ബോഡി നമ്മൾ 21 ഡേയ്സ് ഈച്ച് പൊസിഷൻ 3 മിനിറ്റിൽ ഹീലിംഗ് പ്രോസസ്സ് കൊടുക്കുന്നുണ്ട്. ബൈ ഹാൻഡ് ടച്ച്, ഈ ഹാൻഡ് കൊണ്ട് നമ്മൾ അവരെ ടച്ച് ചെയ്യുന്നു. നമ്മളെ റേക്കി നമ്മുടെ കയ്യിലേക്ക് നമ്മൾ ആവഹിച്ചെടുക്കുന്നു. നമ്മുടെ കയ്യിൽ ഒരു ഹീറ്റ് വേവ്സ് വരെ പോകുന്നു. ആ പൊസിഷനിൽ നമുക്ക് 21 ഡേയ്സ് കഴിഞ്ഞ് ഡെയിലി ഹാഫ് ആൻ അവർ കൊടുത്ത് അവർ പറഞ്ഞയച്ചു. പിന്നെ ഒരു പ്ലാസിബോ കാര്യം നമ്മൾ ഹോമിയോ മരുന്ന് കൊടുത്തിരുന്നു. ഒരു 3 മന്ത്സ് കഴിഞ്ഞ സമയത്ത് മകളെ വിളിച്ച് പറഞ്ഞു, ഇന്ന് രാവിലെ അമ്മ എഴുന്നേറ്റ്, ഞങ്ങൾ എണീറ്റ് വരുമ്പോഴേക്കും അമ്മ രാവിലെ കുളിച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചു, മക്കളെയും ഭർത്താവിനെയൊക്കെ വിളിച്ചാൽ മതി, ഡോക്ടറെ എൻ്റെ അമ്മയ്ക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഇത് നമുക്ക് ഇത് റിസൾട്ട് ഓറിയന്റഡ് ആണ് എന്നുള്ള ബോധ്യമാ നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു അവസരം. അതേമാതിരി വേറൊരു കേസ് ഇതേമാതിരി മെഡിസിൻ ഹീലിംഗ് നമുക്ക് ഇവിടുന്ന് ഏത് പേഷ്യന്റിനെയും നമുക്ക് വീട്ടിലിരുന്ന് ചികിത്സിക്കാൻ പറ്റും. അവരെ ഒന്നിലെ പ്രസന്റ് ഡിസ്റ്റൻസ് ഹീലിംഗ് മെത്തേഡ് പ്രകാരം നമ്മൾ അവരെ നമ്മുടെ മനസ്സുകൊണ്ട് അവരിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഹാഫ് ആൻ അവർ ഡെയിലി അവർക്ക് വേണ്ടി നമ്മൾ അവരുടെ ആ ആളിനെ നമ്മുടെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ ഇമാജിൻ ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അതുപോലെ ഒത്തിരി അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കേസ്. നമ്മൾ ശ്രീലങ്കയിൽ നിന്ന് ഒരാള് ICCU കിടക്കുമായിരുന്നു. അപ്പൊ കുറെ കേരളത്തിലുള്ള റേക്കി ഹീലേഴ്സ് ഒക്കെ പറഞ്ഞു, റേക്കി മാസ്റ്റേഴ്സ് പറഞ്ഞു നമുക്കെല്ലാം ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാലും അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അവരെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അവരെ കുറിച്ച് ഡീറ്റെയിൽസ് അവര് നെറ്റ് മെയിൽ വഴിക്ക് അയച്ചിരുന്നു. നമ്മൾ ഫോട്ടോ പ്രിന്റ് ഔട്ട് കൊടുത്തു. രാവിലെ നമ്മൾ നാമം ചെല്ലുമ്പോൾ ഇവരുടെ ഫോട്ടോ കയ്യിൽ വെച്ച് നമ്മൾ ഹീലിംഗ് കൊടുത്തു. ഒരു 3 മന്ത്സ് കഴിഞ്ഞ സമയത്ത് മരണപത്രത്തിൽ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന ഘട്ടത്തിലേക്ക് കടന്ന ആ പേഷ്യന്റിന്, ഓൾഡ് ഏജ് പേഷ്യന്റ്, നിയർലി 90 ആ പേഷ്യന്റ് 3 മാസം കഴിഞ്ഞ് ഫുൾ ഹെൽത്തോട് കൂടിയിട്ട് തിരിച്ചു വന്നവർ സുഖമായി കുറച്ച് കാലം കൂടി ജീവിച്ചു. അതേമാതിരി വേറൊരു കേസ്, സൗദി അറേബ്യയിൽ ഒരു കുട്ടി ആക്സിഡന്റ് ആയി 10th എക്സാം ടൈമിൽ പരീക്ഷ എഴുതില്ല, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല, ആക്സിഡന്റ് ആയി കിടക്കില്ല. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു അവരുടെ പുത്ര ഫോട്ടോ അവരുടെ പരീക്ഷാ തീയതിയും ഒക്കെ നെറ്റ് വഴിക്ക് അയക്കാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് ഹീലിംഗ് ചെയ്ത് കൊടുത്തു. ആ കുട്ടി നല്ല ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് മാർക്കോട് കൂടി പാസ്സായി. അതേമാതിരി വേറൊരു കേസ് ഇതേമാതിരി ദുബായിൽ ഇതേമാതിരി കേസ് ഇതേമാതിരി കുട്ടിക്ക് നമ്മൾ ചെയ്ത സമയത്ത് അതിന് റിസൾട്ട് കിട്ടി. പിന്നെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ 2 കേസ് ഇതേമാതിരി വന്നിരുന്നു. അവർക്ക് നമ്മൾ ഹീലിംഗ് കൊടുത്ത സമയത്ത് അതിൽ മെയിനായിട്ട് ഒരു ഹസ്ബൻഡ് വൈഫ് കേസിന് അമ്മായിയമ്മയായിരുന്നു പ്രശ്നം. അപ്പൊ അമ്മായിയമ്മ മകളുടെ കൂടെ താമസാക്കിയ സമയത്ത് ആ ഭാര്യയും ഭർത്താവ് സുഖമായി ജീവിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ദുബായിൽ നിന്നൊരു കേസ്, അതും ഇതേമാതിരി ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പൊ അവരെന്തോ ബൈ ചാൻസ് എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവരെ ഫോട്ടോ തരാൻ പറഞ്ഞു. ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഹീലിംഗ് കൊടുത്ത സമയത്ത് 3 മന്ത്സ് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു എന്നെ ഭർത്താവ് തിരിച്ചങ്ങടേക്ക് വിളിച്ചു, ഞങ്ങളിപ്പോൾ ടൈപ്പായിട്ട് സുഖമായി താമസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ശരിക്ക്. ഞങ്ങൾ തൃശ്ശൂർ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ഹോമിയോ ഡോക്ടേഴ്സിന് ഇതെല്ലാം എൻ്റെ വീട്ടിൽ പാലക്കാട് വരാൻ പറഞ്ഞവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ദേ ക്യാൻ കോൺടാക്ട് മീ ആൻഡ് ഐ വിൽ ടീച്ച്. വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് വരെ നമുക്ക് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രയോജനം വെച്ചാൽ നമുക്ക് വിത്തൗട്ട് മെഡിസിൻസ് നമുക്ക് നമ്മുടെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ബേൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ഹീലിംഗ് കിട്ടാം. നമ്മളൊരു തേനീച്ച കുത്തി ഇൻസ്റ്റന്റ് 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ലേഡീസിന് മെൻസ്ട്രൽ പെയിൻ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അവരെ ഡിസ്മെനോറിയ പെയിൻ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല മൾട്ടിപ്പിൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കാറിലോ ബസ്സിലോ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളെ വീട് കൂട്ടി പോവുകയാണെങ്കിൽ നമ്മളെ വീടിനും കാറിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ യൂസ്. ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം വേണ്ടവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. 12 ഹീലേഴ്സിലെ ഡോക്ടർ ബാഷിന്റെ ഒറിജിനൽ ബുക്കിലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അതിന് 2ാമത്തെ ഹെഡിങ് ആണ് അൺസർട്ടനിറ്റി.
അൺസർട്ടനിറ്റി കഴിഞ്ഞ് ഇനി അതെ അൺസർട്ടനിറ്റി ഫോർ ദോസ് ഹു സഫർ ഫ്രം അൺസർട്ടനിറ്റി. അനിശ്ചിതത്വം അനുഭവത്തിൽ 6 മരുന്നുകൾ അതിൽ പറയുന്നത്. വൺ ഈസ് സിറാറ്റോ. സിറാറ്റോ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ കുട്ടികളുടെ പഠിത്തത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സിറാറ്റോ എന്നുള്ളത്. പഠിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. നെക്സ്റ്റ് ക്ലിറാന്തസ്. ക്ലിറാന്തസ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് പറ്റിയ ഒരു മരുന്നാണ്. നമുക്ക് നമ്മൾ 10th കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് വിടണോ, MBAക്ക് വിടണോ, മറ്റേതിന് വിടണോ, ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ as well as a candidate as well as a parents take few doses of scleranthus for a few days and see the result. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്ടേഴ്സിനും ഒരു കാര്യം പറഞ്ഞിരുന്നു. എത്ര പേര് ഫോളോ ചെയ്തു റിസൾട്ട് നിങ്ങൾ പറയണം. ഡെയിലി മോർണിംഗ് ഓരോ ഡോസ് ഇംപേഷൻ കഴിച്ചു നോക്കാൻ പറയുന്നതായിരുന്നു. എത്ര പേര് കഴിച്ചു, അതുപോലെ എത്ര പേര് കഴിച്ചവർക്ക് റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ ക്ലാസ്സിന്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ അവസാന സെഷനിൽ പറയണം. ഞാനും നിങ്ങളുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെയിലി ശരിക്കും പറഞ്ഞാൽ ആ ദേഷ്യം കുറവായിരുന്നു. ശരിക്കും പറഞ്ഞു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല ദേഷ്യം വരില്ല നമുക്ക്. ശരിക്കും ഹാപ്പി ആയിരുന്നു അത്. പക്ഷെ കഴിക്കാത്ത ദിവസങ്ങൾ നമ്മുടെ എമോഷൻസ് നമ്മളെ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇല്ല ഞാൻ പറയും. പക്ഷെ കഴിച്ച ദിവസങ്ങൾ റിസൾട്ട് ഉണ്ട്. ഇംപേഷൻ എന്നുള്ള മരുന്ന്. ഹാവ് എ ഡോസ് ഓഫ് ഇംപേഷൻ ഡെയിലി മോർണിംഗ് ആൻഡ് യു ഫീൽ ഫോർ ദ ഹോൾ ഡേ ഹാപ്പി. നെക്സ്റ്റ് ജെൻഷൻ. ജെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മൂഡ് ഔട്ട് ആവുക, ചെറിയ ഡിപ്രഷൻ വരിക. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് ടീച്ചർ ചീത്ത പറഞ്ഞു ഇനി ഞാൻ പഠിക്കില്ല, സ്കൂളിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ജെൻഷൻ. ഡിപ്രഷൻ ഉപയോഗിക്കുന്ന മരുന്ന്. നെക്സ്റ്റ് ഇസ് ഗോഴ്സും അതേമാതിരി നമുക്ക് ഡിപ്രഷൻ ഉപയോഗിക്കുന്ന മരുന്ന് ഹോൺബീൻ നമുക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി വീക്ക്നെസ്സിന് കൊടുക്കുന്ന മരുന്നാണ്. നമ്മൾ സ്കൂൾ ഗോയിങ് ചിൽഡ്രനെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണ് നമുക്ക് ഹോൺബീൻ. നെക്സ്റ്റ് ഇസ് വൈൽഡ് ഇതേമാതിരി നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന മരുന്ന്. അപ്പോൾ സിറാറ്റോന്റെ പ്രത്യേകത എന്താണ്? സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലാത്തത്. അവർ എപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടുന്നു, ഉപദേശം തേടുന്നു. എന്നാൽ ആ സഹായം ഇവർക്ക് ഉപകാരപ്പെടില്ല. എല്ലാവരോടും ചോദിക്കും, പക്ഷേ അവരിതൊന്നും സ്വീകരിക്കുന്നില്ല. അതാകെ അവരവരുടേതായ ഡിസിഷൻ തന്നെ അവസാനം. പക്ഷെ എല്ലാവരോടും ചോദിക്കും എന്ത് ചെയ്യണം. സിറാറ്റോ. നെക്സ്റ്റ് സ്ക്ലെറാന്തസ് എന്താ? 2-1 തീരുമാനിക്കേണ്ട സമയത്ത് ഏത് സ്വീകരിക്കണമെന്ന് അറിയാത്തവർ. 2 തീരുമാനങ്ങൾ. അങ്ങോട്ട് പോകണോ, പാലക്കാട് പോകണോ, ഒലവക്കോട് പോകണോ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പോകണോ, തൃശ്ശൂർ പോകണോ, ഏത് ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ബെസ്റ്റ് ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഇങ്ങനെ തീരുമാനം കിടക്കുകയാണെങ്കിൽ നീട്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ തീരുമാനം പറ്റാത്ത കേസുകളിലേക്ക് നമുക്ക് സ്ക്ലെറാന്തസ് കൊടുക്കാം. ആദ്യത്തേത് വേണോ രണ്ടാമത്തേത് വേണോ എന്ന് തീർച്ചയാക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് സ്ക്ലെറാന്തസ് നമുക്ക് പേഷ്യന്റിന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടുകാര്യങ്ങൾ ചില കാര്യങ്ങൾ തീർച്ചയാക്കാനായിട്ട് നമ്മുടെ മനസ്സിന് ഒരു ഉറച്ച ഒപ്പീനിയൻ കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അവർ നല്ല മനസ്സിന് ഉടമയുള്ളവരാണ്. അവരുടെ പ്രശ്നങ്ങൾ സ്വയം വഹിക്കുന്നവർ. മറ്റുള്ളവരുമായി നമ്മുടെ പ്രശ്നങ്ങൾ പങ്കിടാൻ താല്പര്യം. സ്ക്ലെറാന്തസും അവരുടെ പ്രശ്നം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിലും ഞാനത് അവർ വേറെ ഡിസ്കഷൻ ചെയ്യാനും താല്പര്യപ്പെടില്ല. 3rd വൺ ജെൻഷൻ. തൊട്ടാവാടികൾ. പെട്ടെന്ന് എന്നീ ചെറിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് അവര് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആവും, അല്ലെങ്കിൽ ചെറിയ ഡിപ്രഷനിലേക്ക് പോകും. അവർ അസുഖം വന്നാൽ സുഖപ്പെട്ടുകൊണ്ട് നിത്യജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിനിടയിൽ കാര്യങ്ങൾ ചെറിയ തടസ്സമോ പുരോഗതി ഉണ്ടായാൽ മനസ്സിന് സംശയം, നിരാശയും ഉണ്ടാകും. ഇവര് ഫുള്ളായിട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഒരു ഡ്രോബാക്ക് വരുമ്പോൾ സമയത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ജെൻഷൻ എന്നുള്ളത്. അപ്പൊ അവർക്ക് ആ സമയത്ത് നമുക്ക് ഈ ജെൻഷൻ എന്നുള്ള ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്കൂളിൽ പോയി വന്ന കുട്ടി ആ ടീച്ചർ ചീത്ത പറഞ്ഞാൽ സ്കൂളിൽ പോവില്ല. ഈസിലി ഡിസ്കറേജ് ബൈ ദ നെഗറ്റീവ് തോട്ട്സ്, എമോഷണൽ പ്രോബ്ലം, യു ക്യാൻ ഗീവ് ജെൻഷൻ. നെക്സ്റ്റ് ഇസ് ഗോൾസ്. അഗാധമായ വിശ്വാസം നഷ്ടപ്പെട്ടത്, ഡീപ് ഡിപ്രഷൻ. അവർക്ക് എനിക്ക് ഉറപ്പും ജീവിതത്തിൽ ഇല്ല. മറ്റുള്ളവരെ സന്തോഷിച്ചിരുന്ന അവർ പറഞ്ഞ പ്രകാരം പോലെ തരം ചിന്തകൾക്ക് വിധേയമാക്കാം. എനിക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കില്ല. മറ്റുള്ളവരെ മാറിയൊന്നും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ തന്നെ കഴിഞ്ഞുകൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന, ക്രോണിക് ഡിപ്രഷനിലേക്ക് പോകുന്ന കേസസ് ആണ് ഈ ഗോൾസ് നമുക്ക് ഉപയോഗിക്കാം. ആശയില്ലെങ്കിലും അന്യരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവർ ശ്രമിക്കും. ഹോൺബി എന്നുള്ളത് നമുക്ക് സിലിക്ക ലൈക്കോപൊഡിയം. സിലിക്ക എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? നമ്മളെ ചെടികളെ പിടിച്ച് മണ്ണിൽ ഉറപ്പിച്ച് നിർത്താനുള്ള കഴിവാണ് സിലിക്കയ്ക്ക് ഉള്ളത്. അതാണ് പൾസാറ്റില ക്രോണിക് ആയിട്ട് വരുന്നത് സിലിക്ക എന്ന് പറയാൻ കാരണം. പൾസാറ്റില എന്നുള്ള ആ ഫ്ലവറിന് അല്ലെങ്കിൽ ആ പ്ലാന്റിന് സിലിക്ക എന്നുള്ള മണ്ണിൽ ഉറപ്പിച്ച് നിർത്തും. അപ്പൊ അതേമാതിരി ഹോൺബി എന്നുള്ള മരുന്ന് സിലിക്കും ലൈക്കോപൊഡിയത്തിന്റെയും
ആണ് ഹോൺബീമിനെ താരതമ്യപ്പെടുത്തുന്ന 2 മരുന്നുകളും. തൻബലത്തിൽ ആശങ്ക. നമ്മളത് ഹനുമാന് ശക്തി അറിയില്ല എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹോൺബീം എന്നുള്ള ആൾക്കാർക്ക് അവനവന്റെ ശക്തി അറിയില്ല. എന്റെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശാരീരികവും മാനസികമായ സ്ട്രെങ്ത് ബലമില്ല എന്ന് അവനവന് തന്നെ തോന്നുന്ന ഒരു നിമിഷം വരിക. എനിക്ക് ഒന്നും പറ്റില്ല, എനിക്ക് ശാരീരികമായിട്ടും പറ്റില്ല, മാനസികമായിട്ടും പറ്റില്ല. നിത്യേനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള എനിക്ക് ചെയ്യാവുന്നതിലും കൂടുതലാണ്. നിത്യജീവിതത്തിൽ നമ്മൾ റുട്ടീനായി ചെയ്യുന്ന ഒരു സുപ്രഭാതം എനിക്ക് നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു വീക്ക്നെസ് ഇൻ മൈൻഡ് ആൻഡ് ബോഡി. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് അത് ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്. അവർക്ക് പ്രാപ്തിയുണ്ട്, പക്ഷെ മനസ്സ് പറയുകയാണ് എനിക്കിത് പറ്റില്ല എന്ന് പറയുന്ന പേഷ്യൻസിന് നമുക്ക് കൊടുക്കാവുന്ന മരുന്നാണ് ഹോൺബീം. ശരീരത്തിന്റെ മനസ്സിന്റെ ചില ഭാഗങ്ങൾ ഇനിയും ശക്തി കിട്ടാനുണ്ട്. അതാത് ദിവസത്തെ കാര്യങ്ങൾ മുഴുമിക്കുന്നതിന് ഇവർക്ക് സാധിക്കില്ല. അതാണ് ഹോൺബീം പേഷ്യൻസ്. ഹോൺബീം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണിന് വളക്കൂറുണ്ടാക്കാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് ഹോൺബീം ഉള്ളത്. നെക്സ്റ്റ് ഈസ് വൈൽഡ് ഓൾ. ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം, അതിന് വേണ്ട അനുഭവം വേണമെന്ന ആഗ്രഹം. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, അതിന് വേണ്ട അനുഭവം വേണമെന്ന ആഗ്രഹമുണ്ട്. അത് കിട്ടിയാൽ ജീവിതത്തിലെല്ലാം ചെയ്ത് സന്തോഷിക്കാൻ സാധിക്കും, ജീവിതം നന്നായി മുന്നോട്ട് പോകണം എന്നും ഇതിനു വേണ്ടി എന്തു തരം ജോലിയാണ് ഞാൻ ഏർപ്പെടേണ്ടത് എന്ന് അവർക്ക് അറിയുന്നില്ല. ആഗ്രഹമുണ്ട്, അനുഭവം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുവേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അവർക്ക് അറിയില്ല. ആ തോട്ട്സ് അവരൊരു ക്ലിയർ കട്ടിലേക്ക് എത്തുന്നില്ല. അവരുടെ ആഗ്രഹങ്ങൾ വലുതാണ്. അവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉൾപ്രേരണ മറ്റുള്ളവരെക്കാൾ കുറവാണ് വരുന്നത്. സ്വന്തമായിട്ട് അവർക്ക് തീർച്ചയാക്കാൻ സാധിക്കും. വൈൽഡ് എന്നുള്ള മീനിങ്ങിൽ തന്നെ വരുന്നുണ്ട്. ഇത് അവർക്ക് കാലതാമസവും നിരാശയും സമ്മാനിക്കും. അപ്പോൾ നമ്മൾ ആ ബ്ലാഷോ റെമഡീസിൽ 7 ഹെഡിങ്സ് 2 കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഇന്ന് പറയുന്നത് ഒരു 10 പ്രിസ്ക്രിപ്ഷൻസ് ആണ് നിങ്ങൾക്ക്. അത് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. 10 പ്രിസ്ക്രിപ്ഷൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ക്രോണിക് ഡിപ്രഷൻ. മെന്റൽ ഇൽനെസ്, അഗാധമായ നിരാശ, മ്ലാനത, മാനസിക പിരിമുറുക്കമുള്ളവർക്ക് നമുക്ക് നമ്മൾക്ക് പല മരുന്നും അറിയാം. നമുക്ക് ജെൻഷൻ, ഗോൾസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് അത് പ്രിസ്ക്രിപ്ഷനിൽ എത്തിക്കാൻ നമുക്ക് അറിയണം. അപ്പൊ അതില് ഡോക്ടേഴ്സിന്റെ ഒരു ബുക്കിൽ പറയുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ പറയുന്നത്, ക്രോണിക് ഡിപ്രഷനുള്ള പേഷ്യൻസിന് കൊടുക്കാവുന്ന മരുന്ന് ജെൻഷൻ പ്ലസ് വൈറ്റ് ചെസ്റ്റ് പ്ലസ് വാൾനട്ട് പ്ലസ് മിമലസ്. ഇതാണ് ക്രോണിക് ഡിപ്രഷൻ പേഷ്യന്റിന് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും മരുന്നിന് ആവശ്യമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഈ ഒരു ഡിപ്രഷൻ പേഷ്യന്റിന് സ്വയം പഴിചാരലുള്ള ക്യാരക്ടറാണ് ഈ ഫൈൻ എന്നുള്ള മരുന്ന് എടുക്കാം. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സ്ക്ലിറാൻഡസ് ആഡ് ചെയ്യാം. നിരാശയും ആശയില്ലാതാവുന്ന സിംറ്റംസിന് ഗോൾസ് എന്നുള്ള മരുന്ന് ആഡ് ചെയ്യാം. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുക, ദുഃഖിക്കുക. ഇനി ഹണിസെക്കിൽ എടുക്കാം. കാരണം അറിയാത്ത നിരാശയാണെങ്കിൽ മസ്റ്റാർഡ് എടുക്കാം. കഠിനാധ്വാനം, കഠിന പ്രയത്നം, വെർവേൻ എടുക്കാം. അസൂയ, കുശുമ്പ, ഹോളി എന്നുള്ള മരുന്ന് എടുക്കാം. വേഗം കോപം വരുന്ന ഇംപേഷ്യന്റ് എടുക്കാം. ഭയം ഓഫ് അൺനോൺ ഒറിജിൻ ആണെങ്കിൽ അകാരണമായ ഭയം ആസ്പിൻ എടുക്കും. ഷോക്ക് എന്നുള്ള സിംറ്റമാണ് ഞെട്ടൽ. നമുക്ക് സാറാപത്രം. ആത്മവിശ്വാസക്കുറവാണെങ്കിൽ എല്ലാവർക്കും എന്നുള്ള മരുന്ന് എടുക്കാം. LARC. അസൂയ മൂത്ത് സമനില തെറ്റുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അനിഷ്ടം ആലോചിച്ച് തലപുകയുന്നവർ. അപ്പോൾ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡിപ്രഷന് ജെൻഷൻ പ്ലസ് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് പ്ലസ് മിമലസ്. അസൂയ മൂത്ത് സമനില തെറ്റുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനിഷ്ടം ആലോചിച്ച് തലപുണ്ണാക്കുന്നവർ. ജെൻഷൻ പ്ലസ് വൈറ്റ് ചെസ്റ്റ് പ്ലസ് വാൾനട്ട് പ്ലസ് മിമലസ് പ്ലസ് ഹോളി. ഇതാണ് ഈ പ്രിസ്ക്രിപ്ഷൻ. അടുത്തത് ആത്മവിശ്വാസക്കുറവ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള വേറെ ഒരു ഡിസീസായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അടുത്ത പ്രിസ്ക്രിപ്ഷൻ. ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അസുഖങ്ങൾ വീണ്ടും വരും. നമുക്കിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ വിന്റർ ആയാലും എല്ലാ സമ്മർ ആയാലും അല്ലെങ്കിൽ മഴക്കാലമായാലും വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും വരുന്ന അസുഖം, ചുമ, ജലദോഷം, പനി, കുട്ടികളിൽ വരുന്ന റിപ്പീറ്റഡ് ആയ കേസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് റെമഡീസ് കൊടുക്കാന്നുള്ള പ്രിസ്ക്രിപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. ഇതിൽ വരുന്ന മരുന്ന് വൈറ്റ് ചെസ്റ്റ്നട്ട് ഫസ്റ്റ്,
നെക്സ്റ്റ് ഇസ് വാൾനട്ട്, നെക്സ്റ്റ് ഇസ് അഗ്രിമണി. റിക്കറന്റ് ഡിസീസസ് വരുന്നത് നമ്മളിപ്പോൾ മറ്റേ പ്രൈമറി കോംപ്ലക്സ് എന്ന് പറയുന്ന മാതിരിയുള്ള കേസുകളാണെങ്കിൽ നമ്മൾ ബാഷുലർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, അഗ്രിമണി. ചില കുട്ടികളിൽ അടിക്കടി ഇത്തരം രോഗങ്ങൾ വരികയോ അവർ അതിനെ ആരോടും പറയാതെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്ന് ചിന്തയില്ലെങ്കിൽ ഈ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾ, 5 വയസ്സായ കുട്ടി 2 വയസ്സ് മുതൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. കുടുംബക്കാരിൽ ഈ അസുഖമുണ്ട്. പാരമ്പര്യമായി ഈ അസുഖം വീട്ടുകാരിലുണ്ട്. ഈ അസുഖം വന്ന കുട്ടിക്ക് വീട്ടുകാർ കാണുമ്പോൾ അവർ അനുഭവിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു കേസ് ആണെങ്കിൽ നമുക്ക് ഈ പ്രിസ്ക്രിപ്ഷൻസ് ഫോളോ ചെയ്യാം. റിക്കറന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന കുട്ടികളാണെങ്കിൽ വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, അഗ്രിമണി എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇതേപോലെ നെക്സ്റ്റ് ഈസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വീണ്ടും വീണ്ടും വരുന്ന അസുഖങ്ങൾ, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് പൂർവികമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന അസുഖങ്ങൾ, ജീവിത രീതി മാറുന്നതനുസരിച്ച് വരുന്ന അസുഖങ്ങൾ, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മുതിർന്നവർക്ക് വന്നാൽ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള പ്രിസ്ക്രിപ്ഷനാണ് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ. എക്സാമ്പിൾ, ഗൗതം എന്ന രോഗിക്ക് വിട്ടുമാറാത്ത തുമ്മൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇത് ബുദ്ധിമുട്ടിയിരുന്നു. ആ ഒരു പേഷ്യന്റിന് കൊടുത്ത മരുന്നാണ് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ. ക്രാബ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ക്ലീൻസിംഗ് റെമഡിയാണ്. വാൾനട്ട് നമ്മുടെ ലിങ്ക് ബ്രേക്കർമാരെയുള്ള ഇതിന് കൊടുക്കുന്നതാണ്. വൈറ്റ് ചെസ്റ്റ്നട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് വരുന്ന അൺവാണ്ടഡ് തോട്ട്സ് പെർസിസ്റ്റന്റ് ഫിസിക്കൽ പ്രോബ്ലംസിന് വരുന്നതുകൊണ്ടാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്. എല്ലാ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളം, എല്ലാ പ്രിസ്ക്രിപ്ഷനിലും നമുക്ക് വൈറ്റ് ചെസ്റ്റ്നട്ട് എന്നുള്ള ഒരു ഡ്രഗ് വരുന്നുണ്ട് പ്രിസ്ക്രിപ്ഷനിലൊക്കെ. അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു നോക്കിയാൽ നമുക്കറിയാം വൈറ്റ് ചെസ്റ്റ്നട്ട് എന്തുകൊണ്ട് എല്ലാ പ്രിസ്ക്രിപ്ഷനും കവർ ചെയ്യുന്ന കാര്യം. ഈ പേഷ്യന്റിന് നമ്മൾ TDS 3 നേരമായിട്ടാണ് ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തത്. അവരുടെ അസുഖം മാറ്റാൻ ബാഷുലർ മെഡിസിൻ കൊണ്ട് മാത്രം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രിസ്ക്രിപ്ഷൻ ഇടയിൽ കൂടെ ഇതിനിടയിൽ അവന് മറ്റൊരു പ്രോബ്ലം കൂടെ ആഡഡ് ആയി. എക്സാമ്പിൾ, അവർ ഭയങ്കരമായി ഇറിറ്റബിൾ ആവുന്നുണ്ടെങ്കിൽ ഇതിനെ കൂടെ നമുക്ക് ഇൻപേഷ്യന്റ് ആഡ് ചെയ്യും. അപ്പൊ ഈ ഒരു നമ്മുടെ ട്രീറ്റ്മെന്റ് ഇടയിൽ കൂടിയിട്ട് പുതിയ സിംറ്റംസ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു ഇറിറ്റേറ്റഡ് പേഴ്സണാലിറ്റിക്ക് പോകുന്നതുകൊണ്ട് എന്താ എന്റെ അസുഖം മാറാത്ത, എന്താ ഡോക്ടർ മാറാത്ത മരുന്ന് പ്രകാരം കഴിക്കുന്നു പറഞ്ഞാൽ ഇൻപേഷ്യന്റ് ഉള്ള മരുന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ടത്, ഒരു പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ ദ റിസൾട്ട്. പെട്ടെന്ന് ചേഞ്ചിന്റെ അൺലെസ് ന്യൂ സിംറ്റംസ് അറിവ്, ഡോണ്ട് ചേഞ്ച് ദ മെഡിസിൻസ്. പ്രിസ്ക്രിപ്ഷൻ എപ്പോഴും നമ്മൾ എല്ലാ പുസ്തകങ്ങളും റെഫർ ചെയ്യുമ്പോഴും പറയുന്നത്, ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് പറഞ്ഞു, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ് ഇതിന് ശേഷമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരേ റെമഡി തന്നെ ഈ സിംറ്റംസ് വെച്ച് നമ്മൾ കൊടുത്താൽ റിസൾട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ചെടികൾക്കൊക്കെ വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ ആ ചെടിയിൽ മരുന്ന് വളം കൊടുത്തതിന്റെ എഫക്റ്റ് വരുള്ളൂ. അതേമാതിരി തന്നെയാണ് നമ്മളെ എമോഷണൽ ബ്രെയിനിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സമയമെടുക്കും. പക്ഷേ അത് വേഴ്സ് ആവുന്നില്ല. പക്ഷെ ഡേ ബൈ ഡേ ഒരു മില്ലിമീറ്റർ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലെങ്കിലും ഇമ്പ്രൂവ്മെന്റ് അവർക്ക് വരും. ഇനി നെക്സ്റ്റ്, സ്ഥിരമായ അസുഖം, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കുക. അതിനെക്കുറിച്ച് ഭയമോ അത് മാറ്റണമെന്ന വിചാരമില്ലാത്തവരുണ്ടെങ്കിൽ, ചിലവരോ ഞാനിതിന് യൂസ്ഡ് ആയി, എനിക്കിത് കുറെ കാലമായിട്ട് ഇത് മാറണം എന്ന് തോന്നുന്നുണ്ട്, ഞാൻ ജീവിതകാലം മുഴുവൻ എന്റെ മരണത്തോട് കൂടിയിട്ട് ഇത് എന്റെ കൂടെ തന്നെ പോയിക്കോളും, അങ്ങനെ പറയുന്ന പേഷ്യന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, സ്ഥിരമായ അസുഖം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കുന്നത്, അതിനെക്കുറിച്ച് ഭയമോ അത് മാറ്റണമെന്ന് വിചാരമോ അവർക്കും കൊടുക്കേണ്ടത് വൈറ്റ് ചെസ്റ്റ് പ്ലസ് വാൾനട്ട്. വാൾനട്ട് എന്ന് പറയുമ്പോൾ ലിങ്ക് ബ്രേക്കർ എന്നുള്ളതാണ് ഇതെല്ലാം വരുന്നത്. വൈറ്റ് ചെസ്റ്റ് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ അസുഖം നിലനിൽക്കുന്നുണ്ട്. അരവിന്ദ് എന്ന ഒരാൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ ചില ചെടികൾ, പൂക്കൾ എന്നിവയുടെ അടുത്ത് എത്തിയാൽ നോസ് ഛർദ്ദിക്കാൻ വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന് നമ്മൾ കൊടുത്ത മരുന്നാണ് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് TDS. കുറച്ച് ആഴ്ച കഴിച്ച് ഇയാളുടെ അസുഖം മാറി. ഇപ്പൊ ചിലവർക്ക് അലർജി ഉണ്ടാവില്ല, ചില ഫ്ലവേഴ്സ് അലർജി ഉണ്ടാവും അല്ലേ. അപ്പൊ അവർക്കൊക്കെ നമുക്കിത് കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് TDS ആയി കൊടുക്കാം. നെക്സ്റ്റ് ഈ സ്ഥിരമായ ഒരു അസുഖം, അത് വീണ്ടും വീണ്ടും വരുന്നു, രോഗിക്ക് അത് മാറ്റി കിട്ടണമെന്ന ആഗ്രഹം. നമ്മൾ ആദ്യം പറഞ്ഞ മാറണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഇപ്പത്തെ രോഗി പറഞ്ഞെങ്കിൽ മാറ്റി കിട്ടുന്ന ആഗ്രഹം, അവർക്കും കൊടുത്തത് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ. Recurrent disease, the patient want result or cure after taking medicine, white chestnut plus crab apple. അതിന്റെ ഒരു എക്സാമ്പിൾ കേസാണ്, എനിക്ക് കഠിനമായ തുമ്മൽ, നല്ല ചുമ, അക്കണൈറ്റ് 2 hourലേക്ക് കഴിച്ച് കുറഞ്ഞില്ല,
നെക്സ്റ്റ് ഡേ ഞാൻ വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ 3 hours കഴിച്ചു. അടുത്ത ദിവസം എൻ്റെ അസുഖം മാറി കിട്ടി. വിതിൻ 24 hours തന്നെ നമ്മൾക്ക് ഒരു അക്യൂട്ട് കോൾഡ് വരുന്ന സമയത്ത് നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷൻ ചെയ്ത വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ 3 hours ഓരോ ഡോസ് കഴിച്ച് നമ്മൾ അക്യൂട്ട് കോൾഡ് ഈ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന ഡോക്ടർ തന്നെ കഴിച്ച് അയാൾക്ക് റിസൾട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. ഏതൊരു അസുഖത്തിന്റെ കൂടെയും ഭയം എന്ന വികാരം നമ്മെ അലസോരപ്പെടുത്തുന്നുണ്ടെങ്കിൽ വൈറ്റ് ചെസ്റ്റ്നട്ട് കൂടെ നമുക്ക് മിംലസ് എന്ന പ്രിസ്ക്രിപ്ഷൻ കൂടെ ആഡ് ചെയ്യാം. പരീക്ഷ എടുത്തപ്പോൾ മീനു എന്ന കുട്ടിക്ക് വളരെയധികം പരിഭ്രാന്തി, പരീക്ഷാ ഭയം, രാവും പകലും കുട്ടിയെ അലസോരപ്പെടുത്താൻ തുടങ്ങി. പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ലഭിക്കുകയോ പാസ്സായില്ലെങ്കിലോ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയോ എന്ന തോന്നൽ ഭയം. എങ്ങനെ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അഭിമുഖീകരിക്കും? കൂടുതൽ നേരം ഞാൻ TV കണ്ടുപിടിക്കാൻ തെറ്റാണ് എന്ന് അമ്മ മകളെ ഉപദേശിച്ചിരുന്നു. ഭയം പ്ലസ് ഒരേ ചിന്ത. ഇതാണ് ആ കുട്ടിയുടെ മെയിൻ പ്രിസ്ക്രിപ്ഷൻ സിംറ്റംസ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് മിംലസ്. ആ കുട്ടിയെ നമുക്ക് ആ ഒരു ഭയത്തിൽ നിന്നും പരീക്ഷാ ഭയത്തിൽ നിന്നും മാറ്റി നല്ല റിസൾട്ട് അവർക്ക് പരീക്ഷ എഴുതാനും സാധിച്ചു. റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കും കിട്ടി. ഇനി നമുക്ക് നെക്സോമയ്ക്കാൻ പറയുന്ന പേഷ്യന്റ് സ്ഥിരമായ മലബന്ധം. ചിലവരൊക്കെ നെക്സോമയ്ക്ക് കഴിച്ചാലും മാറില്ല അല്ലേ? മലം പോകാൻ താമസം, അല്ലെങ്കിൽ പിന്നെ ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന സ്വഭാവം. അവർക്ക് അങ്ങനത്തെ ഒരു പേഷ്യൻ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് പ്ലസ് സ്പിറാന്തസ്. ഇതിന് പുറമെ വേറെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ മരുന്ന് കൂടെ ആഡ് ചെയ്യണം. ബാബു എന്ന രോഗി അരമണിക്കൂർ ടോയ്ലറ്റിൽ പോകാൻ സമയമെടുക്കാറുണ്ട്. ഇത് ഫാമിലിയിലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അയാൾക്കിത് മാറ്റിക്കിട്ടുന്ന ആഗ്രഹമുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പുസ്തകം വായിക്കാറുണ്ടായിരുന്നു, മാഗസിൻ. അയാൾക്ക് ടോയ്ലറ്റിൽ നിന്ന് വേഗം മടങ്ങേണ്ടതായി വരണം. ഫാമിലി മെമ്പേഴ്സ് ഡോറിൽ തട്ടുന്നത് കാരണം അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് തന്നെ പുറത്തു വരേണ്ടി വന്നു. അപ്പൊ ഇയാൾക്ക് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, സ്ക്ലിറാന്തസ്, ക്രാബ് ആപ്പിൾ, ഇംപേഷ്യൻസ്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ സിംറ്റംസിലൊക്കെ ഈ ഡ്രഗ് കവർ ചെയ്ത്. അപ്പൊ വൈറ്റ് ചെസ്റ്റ്നട്ട് വളരെ കോമൺ ആണ്, വാൾനട്ടും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ആഡ് ചെയ്താണ് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോണിക് മലബന്ധമുള്ള പേഷ്യനെ നമുക്ക് മാറ്റാൻ പറ്റും ഈ പ്രിസ്ക്രിപ്ഷനിൽ. അപ്പോ വിട്ടുമാറാത്ത സഹിക്കാൻ വയ്യാത്ത വേദനകൾ അല്ലേ? നമുക്ക് സഡനായിട്ട് ചിലപ്പോൾ ഒരു മൈഗ്രെയിൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ വയറുവേദന ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇൻഡൈജഷൻ ആയിട്ട് വരാം. വിട്ടുമാറാത്ത സഹിക്കാൻ വയ്യാത്ത വേദനകൾ, സയാറ്റിക്ക, ഒറ്റച്ചിന്നിക്കുത്ത്, റൊമാറ്റിക് പെയിൻസ്, പല്ലുവേദന, ഗൗട്ട്. അതിനുള്ള പ്രിസ്ക്രിപ്ഷനാണ് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് പ്ലസ് ചെറി പ്ലം. മറ്റു മരുന്നുകൾ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അനിതയ്ക്ക് അണപ്പല്ലുകൾക്ക് ശക്തിയായ വേദനയുണ്ടായിരുന്നു. ഡെന്റിസ്റ്റ് 3 മാസം മുമ്പ് കാണിച്ചിരുന്നു. ഞരമ്പിന് ചികിത്സ വേണം, പല്ല് കേടായിട്ടെന്ന് പറഞ്ഞിരുന്നു. വേദന സംഹാര ഗുളിക കഴിച്ചു, അതിന് തൽക്കാലം ആശ്വാസം കിട്ടിയിരുന്നു. മോണപഴുപ്പ് കൂടി എന്ന് പറഞ്ഞ് ഡെന്റിസ്റ്റ് പല്ല് എടുത്ത് കളയണമെന്ന് ഉപദേശിച്ചു. ആന്റിബയോട്ടിക്സ് കഴിച്ചു. പഴുപ്പ് മാറിയ ശേഷമേ പല്ല് എടുത്ത് കളയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അനിതയ്ക്ക് ഉടൻ തന്നെ പല്ല് എടുത്ത് മാറ്റണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റു പല്ലുകൾക്ക് ഇത് ബാധിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. അവർക്ക് പ്രിസ്ക്രിപ്ഷൻ ചെയ്തത് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് ചെറി പ്ലം പ്ലസ് മിംലസ് ആ ഫിയർ, അല്ലെങ്കിൽ ഇത് ഈ ഒരു പല്ലിന് കേട് ബാക്കിയുള്ളതിനെ ബാധിക്കുന്നുള്ള ഒരു ഫിയർ തോട്ടിലാണ് മിംലസ് വന്നത്. ചെറി പ്ലം പെയിൻ ഇതാക്കാൻ, പിന്നെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ട് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് അതിന്റെ കൂടെ ക്രാബ് ആപ്പിളും വാൾനട്ടും കൊണ്ട് കൊടുത്തു. മിംലസ് ഫിയർ ഫോർ ക്രാബ് ആപ്പിൾ പല്ല് എടുത്ത് കളയണമെന്ന ആഗ്രഹത്തിന്. നെക്സ്റ്റ് ഈസ് വിട്ടുമാറാത്ത ജലദോഷം, ചുമ. കാലാവസ്ഥ മാറുന്നതിന് അനുസരിച്ച് ജലദോഷം, ചുമ തുടങ്ങിയ അസുഖങ്ങൾ ഇറക്കി. ഇത് പാരമ്പര്യ അസുഖമായിട്ടല്ല, പക്ഷെ അവർക്ക് മാത്രമായിട്ട് വന്ന. അതിന് പ്രിസ്ക്രിപ്ഷൻ ചെയ്തത് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ. എക്സാമ്പിൾ: 7 വർഷമായി രാഹുൽ വിട്ടുമാറാത്ത ചുമ, ജലദോഷം ബുദ്ധിമുട്ടുകയായിരുന്നു. ഓരോ പ്രാവശ്യം ആന്റിബയോട്ടിക്സ് കഴിച്ചാണ് മാറ്റിയിരുന്നത്. ഇങ്ങനെ മരുന്ന് കഴിച്ച് തൽക്കാലം മാറിയാൽ ഇത് ക്ഷയരോഗത്തിന് കാരണമാവും എന്ന് ചിലർ പറഞ്ഞു കൊടുത്തു. അയാൾക്ക് ഭയം ജനിച്ചു. മറ്റുള്ള വൈദ്യശാസ്ത്രം പരീക്ഷിക്കണമെന്ന് തോന്നി. അങ്ങനെ ബാഡ് പ്രാക്ടീഷണറെ സമീപിച്ചു. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് മിംലസ് പ്ലസ് ഇംപേഷ്യൻ. മിംലസ് പേടിക്ക്, ഇംപേഷ്യൻ പെട്ടെന്ന് മാറ്റി കൊടുക്കണമെന്ന്
പ്രേരണ വന്നതിന് അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുന്ന മരുന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെസ്ക്യൂ റെമഡി എന്നുള്ള മരുന്ന്. റെസ്ക്യൂ റെമഡിയുടെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ലുധിയാനയിൽ പോയ സമയത്ത് ഒരു ചങ്ങാതി വീട്ടിലാണ് താമസിച്ചത്. രാത്രി 10:30 ചങ്ങാതിയുടെ മകൻ അകാരണമായി കരയാൻ തുടങ്ങി. എന്ത് ചെയ്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. പേടി കൊണ്ടാണ്, വേദന കൊണ്ടാണ്, പ്രാണികൾ കുത്തിയത് കൊണ്ട് എന്നറിയാം. റെസ്ക്യൂ റെമഡി ഗുളിക കൊടുത്തു. അധികം താമസിയാതെ കുട്ടി ഉറങ്ങി. അപ്പൊ അങ്ങനെ 10 പ്രിസ്ക്രിപ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്രദമാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് നമ്മളിപ്പോൾ റേക്കിയെ കുറിച്ച് പറഞ്ഞു. ഇനി പുതിയൊരു സിസ്റ്റത്തെ കുറിച്ചും കൂടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. നമുക്കിപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് ഓരോ റെപ്പർട്ടറൈസ് ചെയ്തു. 2-3 ഡ്രഗ് കിട്ടി. ആ ഡ്രഗിൽ ഏത് പൊട്ടൻസിയാണ് നമുക്ക് കൊടുക്കേണ്ടത് അറിയില്ല, അല്ലെങ്കിൽ എത്ര റിപ്പീറ്റേഷൻ കൊടുക്കണം എന്നൊക്കെ സംശയം വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ നമുക്കത് കറക്റ്റ് വേയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൊണ്ട്. അതിന്റെ പേരാണ് റേഡിയസ്തീഷ്യ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മാഗ്നറ്റ് വയ്ക്കുന്നു. ഒരു മാഗ്നറ്റിന്റെ മുകളിൽ കൈ വയ്ക്കുന്നു. മറ്റേ മാഗ്നറ്റിന്റെ മുകളിൽ നമ്മൾ ഒരു വര വരച്ച് അതിന്റെ മുകളിൽ ആർക്കുമാര് വരച്ച് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഈ രോഗിയുടെ പേര് എഴുതുന്നു, അതിന്റെ മരുന്നിന്റെ പൊട്ടൻസി എഴുതുന്നു. എന്നിട്ട് നമ്മളൊരു പെൻഡിലെടുത്ത് വലത്തെ കൈ കൊണ്ട് പെൻഡിലെടുത്തിട്ട് ഈ എഴുതിയ പേപ്പറിന്റെ മുകളിൽ കാണിച്ചു കഴിഞ്ഞാൽ ഏത് മരുന്നാണ്, ഏത് പൊട്ടൻസിയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടേക്ക് ഈ പെൻഡിലും കൈ മൂവ് ചെയ്യും. നമ്മുടെ കൈ കൂടെ ഒരു എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന അറിയാൻ പറ്റും. ഒരു കൈ മാഗ്നറ്റിന്റെ മുകളിൽ പെൻഡിലും മറ്റേ മാഗ്നറ്റിന്റെ മുകളിലേക്ക് ഈ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പെൻഡിലും അങ്ങോട്ട് മൂവ്. ഇതിനാണ് റേഡിയസ്തീഷ്യ എന്ന് പറയുന്നത്. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളെ പേഷ്യൻ്റ് വരുന്ന സമയത്ത് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻസും കറക്റ്റ് പൊട്ടൻസിയും എല്ലാം കാണിക്കുമായിരുന്നു. ആ പ്രിസ്ക്രിപ്ഷൻസ് 100% സക്സസ്സും ആയിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഇതിന് സമയം നേരമൊന്നും കിട്ടില്ല. നമുക്ക് ഓരോ പേഷ്യൻ്റ് വന്നാൽ എങ്ങനെ എഴുതി ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് സമയമെടുക്കും. അപ്പോൾ ബിസി പ്രാക്ടീഷണേഴ്സ് ഒന്നും ഇത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ പോയ ശേഷം നമുക്ക് വേണമെങ്കിൽ അടുത്ത പ്രിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കണ്ടുവെച്ച് ചെയ്യാൻ പറ്റും. അതിന് പേരാണ് റേഡിയസ്തീഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പുസ്തകം തന്നെ അവൈലബിൾ ആണ്, ബുക്ക് സ്റ്റോളിലൊക്കെ. അത് വായിച്ച് സ്വയം പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ തീർക്കാനുള്ള അവസരമാണ്. അതിൽ എനിക്ക് നിങ്ങളുടെ എല്ലായിടത്തും എൻ്റെ ക്ലാസ് കേട്ടായിരുന്നു ചോദിക്കേണ്ട കാര്യം, ഇംപേഷ്യന്റ് കഴിച്ച് എത്ര പേര് റിസൾട്ട് കിട്ടി, റിസൾട്ട് കിട്ടിയില്ല എന്നുള്ള കാര്യമല്ല. കുറച്ച് പേരെങ്കിലും പറയണം. ഗോപികൃഷ്ണൻ സാർ പറഞ്ഞത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ ഇൻപേഷ്യന്റ് ദിവസം ഒരു ഡോസ് കഴിക്കണം എന്ന് സാറ് പറഞ്ഞിരുന്നു. കഴിച്ചവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് അവരവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, പേഷ്യൻസിയൊക്കെ കിട്ടിയോ, ദേഷ്യമൊക്കെ മാറി നല്ലൊരു അവസ്ഥ വന്നിരുന്നോ? കഴിച്ചവരാരെങ്കിലും ഒന്ന് പറയണേ. ഇംപേഷ്യന്റ് മരുന്ന് ആരെങ്കിലും ഒക്കെ എടുത്തിരുന്നോ? ഒന്നില്ലെങ്കിൽ മറന്നുപോയി, അല്ലെങ്കിൽ ആകെ ഇംപേഷ്യൻസ് ഇല്ല ഡോക്ടേഴ്സ്, അതുകൊണ്ടായിരിക്കാം. ഞങ്ങള് ബാച്ചലർ റെമഡീസ് പഠിച്ച സമയത്ത് ആദ്യം സെൽഫായിട്ട് എൻ്റെ ഫാദർ ട്രൈ ചെയ്ത മരുന്ന് ഇംപേഷ്യൻ എന്നുള്ളത്. അത് ശരിയാണെന്ന് സ്വയം അച്ഛന് ബോധ്യമായ ശേഷമാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പഠിച്ചതിനെ കുറിച്ച് ചെറിയ ബുക്ക്ലെറ്റുകൾ മലയാളത്തിൽ ഇറക്കിയിരുന്ന കാലഘട്ടം 80s അന്നത്തെ കാലത്ത് 12 പുഷ്പൌഷധങ്ങൾ പറഞ്ഞ് മലയാളത്തിലെ ബുക്ക് വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇൻപേഷ്യന്റ് ആരും കഴിച്ചില്ല എന്നാണോ വിചാരിക്കേണ്ടത്? അതെ, ആരും കേൾക്കാഞ്ഞാണോ? അതെ, ആരും പേഷ്യൻസ് ആയിരിക്കില്ല, അതാണ്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. കഴിച്ചവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ശരിയാക്കാം. ആരും കഴിച്ച ലക്ഷണമില്ല. അജിനി ഡോക്ടറെ കഴിച്ചിരുന്നോ? ഇല്ല ഡോക്ടറെ, കഴിച്ചിട്ടില്ല. ഞാൻ സമയമില്ല. കേട്ടോ, ഇടയ്ക്ക് മോനും ഒക്കെ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട്.
പക്ഷെ എൻ്റെ ആ ടിഞ്ചർ അല്ല പൊട്ടൻസി പോലത്തെ ഇരിക്കുന്നത്. എന്നാൽ ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്, എന്തെങ്കിലും അങ്ങനെ തോന്നുമ്പോ. ഡെയിലി കഴിക്കണം എന്നുള്ളത് ഞാൻ ചെയ്തിട്ടില്ല. അല്ലെ, ഡെയിലി കഴിക്കാത്തതൊക്കെ നിങ്ങളെ ഇംപേഷ്യൻസ് ഉണ്ടാവില്ല, നല്ല കഴിക്കുന്നുണ്ട്. ഭയങ്കര ഇംപേഷ്യൻസാ. ഇനി അത് ഡെയിലി ഒന്ന് കഴിച്ചു നോക്കാം. ഇപ്പൊ ഡോക്ടർ ആദ്യം പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഓർത്ത്. ശരിക്കും കഴിഞ്ഞ ഇംപേഷ്യൻസ് ഒക്കെ ഉള്ളവരായിരിക്കും കൂടുതലും. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത ക്ലാസ്സിലാവട്ടെ, തീർച്ചയായിട്ടും ദിവസം ഓരോ ഡോസ് കഴിച്ചിട്ട്. ഡെയിലി കഴിക്കണം നമ്മൾ ഓർക്കത്തില്ല അല്ലേ ഡോക്ടറെ? അതാണ്. എന്നാ എന്നെ നന്നായി പോയേനെ. അതെ അതെ. ഓക്കെ ഡോക്ടർ, എന്നാ ശരി, താങ്ക് യു. ഓക്കെ. അപ്പൊ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് സംശയമോ? ഓരോ ക്ലാസ്സിലും ഒരു 10 പ്രിസ്ക്രിപ്ഷൻസ്, ഇതേമാതിരി പുതിയ പുതിയ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഡോക്ടേഴ്സിന്റെ നമ്മൾ പറഞ്ഞുതരാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോപ്പി അടിക്കാം. നിങ്ങൾ തലപ്പുണ്ടാക്കേണ്ട കാര്യമില്ല. എക്സാം ഫിയർ പറഞ്ഞ് നമ്മളൊക്കെ ഡിപ്രഷൻ കേസിൽ പറഞ്ഞ റിക്കറന്റ് ഡിസീസിനെ എങ്ങനെ ഏത് പ്രിസ്ക്രിപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. അതിൽ തന്നെ ഫാമിലി എക്സാം ഫിയറിന് വാൾനട്ടും മിംഗലസ് അല്ലേ, മിമുലസ് 3 പറഞ്ഞു. 3 വാൾനട്ടും വൈറ്റ് ചെസ്റ്റ്നട്ടും മിമുലസും ഇല്ലേ പറഞ്ഞു സാറ്? അതെ വൈറ്റ് ചെസ്റ്റ്നട്ട് മിമുലസ് ആണ് പറയുന്നത്. പരീക്ഷാ ഭയത്തിന് പറഞ്ഞത് 3 പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. ഇല്ല 2 വൈറ്റ് ചെസ്റ്റ്നട്ട് മിമുലസ് 2 മതി. അത് 2. അത് മിക്കവാറും നമുക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. ഇനി വേറെ ആർക്കെങ്കിലും ഈ എന്താണ് ഈ ബാഷ് ഫ്ലവർ റെമഡിയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ. എല്ലാവരും ഒന്ന് സംശയങ്ങളൊക്കെ ചോദിക്കാൻ റെഡി ആയിട്ടിരിക്കുക. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സമയം തീരാറാവുമ്പോൾ സംശയങ്ങൾ ഒരുപാടുമായിട്ട് വരരുത്. ഇപ്പൊ സമയമുണ്ട് ഇഷ്ടം പോലെ, എല്ലാവർക്കും ചോദിക്കും. ഓക്കെ, സലീം കുമാർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറേ, അരങ്ങത്ത് വരാത്ത ക്ഷമിക്കണം, ഞാൻ ഇരുട്ടത്താണ്. ഒരു സംശയമുള്ള ഒരു 2 സ്ത്രീകളറിയാം, പ്രായവരാണ്. അവർക്ക് മക്കളെപ്പോഴും അടുത്ത് വേണം, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഒരു മകൻ ദൂരെ ജോലിക്ക് പോയി അവൻ 2 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്നെങ്ങാനും ഒരു അറിഞ്ഞു പോയാൽ അന്ന് അവർക്ക് പ്രശ്നം, അവർക്ക് ഉറക്കമുണ്ടാവില്ല, അതുണ്ടാവില്ല, ഇതുണ്ടാവില്ല. അപ്പോൾ ഈ മകൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും പറയാണ്ട് പോയി കളയും. എന്നിട്ട് രാത്രി വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. ഏതെങ്കിലും പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ മുറിയിലുണ്ട്, അവന് വൈകിയാണ് വന്ന് അത് കിടന്നുറങ്ങുകയാണ്, അമ്മ ഇപ്പോൾ വിളിക്കേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു സ്ത്രീയുണ്ട്, അവർക്കും ഇതുപോലെ ആ വീട്ടിൽ ആരെങ്കിലും പോവുക എന്നറിഞ്ഞ് പിന്നെ അവർക്ക് ഇതാവില്ല. അത് നമ്മൾ വിമലസിന്റെ ഇതിൽ മാത്രം നോക്കിയാൽ മതിയോ, അല്ലെങ്കിൽ എന്താണ്? അല്ലല്ല, ചെസ്റ്റ്നട്ടിന്റെ വൈറ്റ് റെഡ് ചെസ്റ്റ്നട്ടോ എക്സസീവ് ആങ്സൈറ്റി ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ഉണ്ടല്ലോ, അതാണ് കൊടുക്കേണ്ടത്. റെഡ് ചെസ്റ്റ്നട്ട് അല്ലേ? റെഡ് ചെസ്റ്റ്നട്ട് ആയിരിക്കും സാധ്യത, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അതെ. ഫോർ ദോസ് ഹു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് not to be anxious for the other people, often they have ceased to worry about themselves, but for those whom they are fond, they may be suffer much, frequently anticipating that some unfortunate may happen to them. അപ്പോൾ റെഡ് ചെസ്റ്റ്നട്ട് ആണ് എന്റെ കറക്റ്റ് പോയി. അത് 2 രീതിയിലൊരു വ്യാഖ്യാനം വന്നത്. ഇവരൊറ്റയ്ക്കായി പോകുമെന്നുള്ള പേടി കൊണ്ടും ആയിക്കൂടെ ആണെങ്കിലോ? അപ്പൊ പേടിയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിക്സഡ് ഫിയർ ആയാലും ഇമ്യൂണസ് ആഡ് ചെയ്യാം. പിന്നെ ഭയങ്കര ആൻസൈറ്റി ആണെങ്കിൽ അഗ്രിമണി ആഡ് ചെയ്യാം. നമുക്ക് തീർച്ചയായിട്ടും എമോഷൻസ് ലെവൽ ബാഡ് റെമഡീസിനെ മാതിരിയുള്ള ഒരു ഡ്രഗ് നമുക്ക് കണ്ടുപിടിക്കാനില്ല. എമോഷൻ ലെവൽ വളരെ ക്വിക്ക് ആക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. വിത്തിൻ മിനിറ്റ്സ് തന്നെ നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടിസം കേസിലൊക്കെ അവർ പറയുന്നത്, പേഷ്യൻസ് ഒക്കെ പറയുന്നത് മിനിറ്റ്സ് അല്ലെ, ഒരു 2-3 ഡോസ് കൊടുക്കുമ്പോഴേ തന്നെ അവരുടെ ആങ്കർ, വയലൻസ് ഒക്കെ ചുരുങ്ങണോ, മാറണോ, നോർമൽ ആവണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര ഹാപ്പിയാണ്. അപ്പൊ റെസ്പിറേറ്ററി നമുക്ക് എമോഷണൽ ലെവൽ വളരെയധികം യൂസ്ഫുൾ ആണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഈ വില്ലോ എന്ന് പറഞ്ഞ മെഡിസിനെ ഇങ്ങനെ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അയാളിങ്ങനെ
അയാൾ ക്ലിനിക്കിൽ വന്ന ഇങ്ങനെ ഏതെങ്കിലും ഒന്നെങ്കിൽ രാഷ്ട്രീയം പറയും. എപ്പോഴും എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് ബില്ലൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതാണ് വില്ലോ ശരിക്കും നമ്മള് എന്റെ ഒരു അഭിപ്രായത്തില് വില്ലോ എന്നുള്ളത് തൂജ ടൈപ്പ് ഫിക്സഡ് നേച്ചർ ഉള്ള ക്യാരക്ടർ ആയിരിക്കും വില്ലോന്റെ ഒരു എന്താ പറയാ ബ്ലെയിമിങ് അതേഴ്സ് കണ്ടില്ലേ? വില്ലോ എന്നുള്ളതിന് ബ്ലെയിമിങ് അതേഴ്സ്, അതെ അതെ. ഇന്റേണൽ ഫ്രസ്ട്രേഷൻ, ഒരു കിഴങ്ങ സ്വഭാവം പറയായിരിക്കും. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, ഡിസപ്റ്റീവ് ബിഹേവിയർ ഉണ്ട് ഇവരൊക്കെ. ഞാൻ ഇന്ന് ഫേസ് ചെയ്ത 2 കേസ് ഒരേപോലെ വന്നു. അതിലൊന്ന് ഈ 2 ഈ സെനൈൽ പ്രൊറൈറ്റീസ് എന്നൊക്കെ പറയില്ല, സ്കിന്നില് അവിടെയൊക്കെ അവർക്ക് ചൊറിച്ചിൽ ഫീൽ ചെയ്യും. പക്ഷെ അവിടെ അവര് പേരിക്കണമെന്നൊക്കെ പറഞ്ഞ് പറിച്ചൊക്കെ എടുത്ത് കാണിച്ചു തരും, ഒന്നും ഉണ്ടാവില്ല. അത് അതിന് നമ്മൾക്ക് ഫ്ലവർ റെമഡി വഴിയാണെങ്കിൽ അതിൽ ഏതാ നല്ലത്? യൂണിവേഴ്സൽ ക്ലിനിക്. അപ്പൊ മെന്റൽ ആയിട്ടുള്ള ഫീലിംഗ് ആണ് ഇവിടെ കവർ ചെയ്യും. വേവാപ്പിള് കൊണ്ട് മാത്രം മതിയാക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഭയങ്കര വെറി ഉണ്ടെങ്കിൽ മറ്റേ അൺഈസിനെസ് ഒക്കെ ക്രിയേറ്റിംഗ് അഗ്രിമണി പേഷ്യന്റ് കൂടെ ആഡ് ചെയ്യും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ, ഓക്കെ സാർ. സാറ് എന്തൊക്കെ പറഞ്ഞാലും ഇതില് ഈ ഫ്ലവർ റെമഡിയില് കുറെയൊക്കെ റിസൾട്ട് കാണിക്കാൻ എനിക്ക് കുറച്ച് നിൽക്കാനും പറ്റിയത് സാറും കൂടി ഇതിന് വന്ന പിന്നെയാണ്. അതിനു മുമ്പ് ഞാൻ കുറച്ചൊക്കെ തുടങ്ങിയിരുന്നു. അതിനകത്ത് എന്നെയൊക്കെ പറ്റി കുളത്തിന്റെ പക്കത്ത് നിന്നെങ്കിലും സാറ് കൂടി വന്നപ്പോഴാണ് എനിക്ക് മുങ്ങാനുള്ള ധൈര്യം വന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്റെ അക്കൗണ്ട് നമ്പർ തന്നെ അയച്ചു വരും. ഇതില് വന്ന സുഗതൻ സാറൊക്കെ ആണ് എന്നെ ആദ്യം ഇതിലേക്ക് വിളിച്ച് വലിച്ചിട്ടത്. അതില് പറയുന്ന ബുക്കിലൊക്കെ പറയുന്നത് ഫ്ലവർ റെമഡീസ് ഒരു ഫ്യൂച്ചർ മറ്റേ ഒരു ട്രീറ്റ്മെന്റ് സൈഡിലേക്ക് വരുന്ന ഒരു നല്ല സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നാ പറയുന്നത്. ഒരു മെഡിക്കൽ തന്നെയാണ് പറയുന്നത്. ഞാൻ ബാഷ് അതിൽ ബാക്ക് അദ്ദേഹം എത്രത്തോളം ഒരു പരിധി വിട്ട് ഹനുമാനിന്റെ കൂടി അപ്പുറത്തേക്ക് അദ്ദേഹം കടന്നു പോയില്ലെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം സെക്കൻഡ് ഹാൻഡ്മാൻ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് സെക്കൻഡ് ഹാൻഡ്മാൻ എന്നാ പറയുന്നത്. കാരണം അത്രയും ഒരു വണ്ടർഫുൾ ഡ്രഗ്സ് വേറെ ആരും അതിന് ശേഷം കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായിട്ട് അല്ല, ഹനുമാൻ കുറച്ചൊരു ഫിസിക്കൽ ലെവലിലേക്കാണല്ലോ പോയത്. ഇത് ഇദ്ദേഹം ശരിക്കും അദ്ദേഹം ഒരു ഋഷി ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ലൈഫ് ഹിസ്റ്ററി വായിച്ചു നോക്കും. ശരിക്കും അവസാനം ആകുമ്പോൾ അയാൾക്ക് ഋഷി തുല്യനായിട്ട് തന്നെയാണ്. അയാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് സുഖയോട് മാറ്റാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ഇങ്ങനെയൊന്നും എഴുതി വെക്കാൻ ആർക്കും പറ്റില്ല. അങ്ങേര് ശരിക്കും പറഞ്ഞാൽ സ്വന്തം ലാബ്, അതായത് കോടിക്കണക്കിന് വരുമാനം ഉണ്ടായിരുന്ന ലാബിന്ന് മറ്റേ അതെല്ലാം വേണ്ടാന്ന് വെച്ചാൽ ഒരു തോളൊരു സെഞ്ചിയും തൂക്കി തേംസ് നദി തീരത്ത് കൂടെ നടന്ന് കാട്ടിലേക്ക് നടന്ന് ഓരോ ചെടികളെ ഒബ്സർവ് ചെയ്യാൻ, ആ ഒബ്സർവേഷനിൽ അയാൾക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അയാൾക്ക് അത് ഫീൽ ചെയ്യാൻ സാധിച്ചിരിക്കും. അങ്ങനെയാണ് ഓരോ ഡ്രഗും കണ്ടുപിടിച്ചത്. ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ എത്ര ആ ഒരു നേച്ചറായിട്ട് അങ്ങനെ മനസ്സ് താരതമ്യം വന്നു നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചതാണ്. അത് മാത്രമല്ല, ഹോമിയോപ്പതിയുടെ എവല്യൂഷനാണ് ബാച്ചിലൂടെ സംഭവിച്ചത്. കാരണം അദ്ദേഹം തന്നെ ഒരു ബവൽ നോസോട്സും ഇതൊക്കെ കാരണം നമ്മുടെ ഒരു ഇൻഡസ്റ്റൈനൊക്കെ സാധനം എടുത്ത് നമ്മൾ ചികിത്സിക്കാന്ന് പറയുമ്പോൾ അതൊരു അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്നതല്ലേ എന്നൊരു തോന്നലിലാണ്. അതിനപ്പുറത്തൊക്കെ എന്തെങ്കിലും പ്രകൃതി കാണിച്ചു തരുന്നുള്ള ഒരു മനസ്സിന്റെ ധൈര്യത്തിലാണ് അങ്ങനെ അത് കണ്ടുപിടിക്കാൻ ഇടയായത്. ഇത് നമ്മൾ ഈ സിസ്റ്റം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റത് ഒഴിവാക്കി എളുപ്പം ഇതാകുമ്പോൾ കുറച്ച് പഠിച്ചാൽ മതി. അങ്ങനെ കൂടുതൽ ഇതിലേക്ക് അങ്ങ് ഒരുമിച്ച് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതായത് ഞാൻ പറയുന്നത് ക്രമേണ നമുക്ക് ക്ലാസ് എടുക്കുന്നവരും അതർ ഹോമിയോപ്പതി റെമഡീസിന് ഈക്വൽ ആയിട്ടുള്ളത് പഠിപ്പിച്ചു തരാൻ നമുക്ക് അറിയാനുണ്ട്. ഏതൊക്കെ റെമഡീസ് ഏതൊക്കെ ഫ്ലവർ റെമഡി ആയിട്ട് ഈക്വലന്റ് ആയിട്ട് വരുന്നു എന്നുള്ളതിന്റെ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ നല്ല നമുക്ക് ഈസി ആയിട്ട് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കുറച്ചുകൂടെ എളുപ്പമാവും. കാരണം കുറച്ച് മെഡിസിൻ അല്ലേ കുറച്ച് റെഫർ ചെയ്താൽ മതി അല്ലേ.
പിന്നെ ആ, ഹോമിയോപ്പതിയുടെ അടിസ്ഥാനമായിട്ട് മെന്റൽ സിംറ്റംസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ആ അതാണ്. റെപ്പർട്ടറൈസ് ചെയ്യേണ്ട ജോലിയൊക്കെ എളുപ്പമാവും. അല്ലെങ്കിൽ ഭാവിയിൽ ഹോമിയോപ്പതിയുടെ മെഡിസിന്റെ എണ്ണ ഏതാണ്ട് 10,000-ത്തിന് അപ്പുറം കണ്ടുമായി. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്ന അവസ്ഥയിലേക്കായി പോകും. ശരിയാണ്. ഏത് സാധനത്തെയും നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടുള്ളതാണ്. ഇപ്പൊ എണ്ണ കൂടിക്കൊണ്ടേയിരിക്കും. അതെ അതെ. ഏതാണ്ട് 10,000 ഒക്കെ ആയിരുന്നു തോന്നുന്നിപ്പോ. കാരണം ഏത് അസുഖം വരണമെങ്കിൽ ആദ്യം എമോഷണൽ ലെവലിലാണല്ലോ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. ആ എമോഷണൽ ലെവലിൽ അറ്റാക്ക് ചെയ്തിട്ട് ആ എമോഷൻസ് നമുക്ക് താങ്ങാൻ പറ്റാത്താകുമ്പോൾ അത് ബോഡിക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് എമോഷണൽ ലെവലിൽ തന്നെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് അനുഭവിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ സാറ് കൃഷ്ണമൂർത്തിയുടെ ഒരു ബുക്കിൽ അദ്ദേഹം പുതിയതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം അനുഭവം പറയുന്നുണ്ട്. ഒരു പേഷ്യന്റിന് കാലില് മുറിവ് വന്നിട്ട് സർജറി കഴിഞ്ഞു, സർജറി ഫെയിലറായിട്ട് വീണ്ടും സർജറി കഴിഞ്ഞു വന്നു, വേദന മാറുന്നില്ല. അപ്പൊ അയാൾക്ക് ഉറക്കമില്ല, വേദന മാറുന്നില്ല. വേദന മാറാത്തതുകൊണ്ട് ഉറക്കമില്ല. ഒരാഴ്ച അയാൾ ഒരു കണക്കിന് ഹോസ്പിറ്റലിൽ ചെലവാക്കിയിട്ടും പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച എടുക്കുന്നു. അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹം ചെറിയ പ്ലമും വൈറ്റ് ചെസ്റ്റിന്റെ കൂടിയാണ് മറ്റോ അത് കൊടുത്ത് കരച്ചിൽ ഉള്ളതുകൊണ്ടും അദ്ദേഹം കൊടുത്ത് വൈറ്റ് ചെസ്റ്റ് രണ്ടാമത്തെ വൈറ്റ് ചെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നട്ടോ ഞാൻ പറഞ്ഞു. അദ്ദേഹം അത് കൊടുത്തു കഴിഞ്ഞു. അന്ന് 10 മിനിറ്റ് കഴിക്കാൻ പറഞ്ഞു, ഓരോ ഡ്രോപ്പ് വെച്ച്. അന്ന് രാത്രി അയാൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഈ ഒരാഴ്ചയായിട്ട് യാതൊരു ഹീലിംഗ് കാണിക്കാതിരുന്ന മുറിവ് ഏതാണ്ട് ഹീലായിട്ടിരിക്കുന്നു. അപ്പൊ ആ കറക്ഷൻ മൈൻഡിൽ വന്നപ്പോഴേക്കും അന്ന് ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി എന്നാ പറഞ്ഞു. അതെ, ഇതിലിപ്പോ ഞാൻ പറഞ്ഞ വെച്ചാൽ എന്റെ അനുഭവത്തിൽ ഞാൻ ഒരു മേജർ ആക്സിഡന്റ് ആയിട്ട് 1990-ൽ ഹിപ്പ് ഫ്രാക്ചർ ആയിട്ട് പാലക്കാട് റെയിൽവേ ഹോസ്പിറ്റൽ കിടന്ന സമയത്ത് എനിക്ക് അവര് പറഞ്ഞ 6 മാസം കിടക്കേണ്ടി വരും, നിങ്ങളുടെ കാലിൽ നീളം കുറയും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് റെസ്ക്യൂ റെമഡി ആൻഡ് ഐ വാസ് ബീങ് ഡിസ്ചാർജ് ഓൺ 18th day of auto surgery. അപ്പൊ ആ നെഗറ്റീവ് തോട്ട്സിന് പോസിറ്റീവ് തോട്ട്സിലേക്ക് വന്ന് എനിക്ക് ജീവിക്കാൻ പറ്റും, ഐ ക്യാൻ ലീഡ് മൈ നോർമൽ ലൈഫ് എന്നുള്ള തോട്ട്സ് പ്രോസസ്സാണ് നമുക്ക് ഹീലിംഗ് പ്രോസസ്സ് വന്ന്. കാലിന്റെ നീളം കുറഞ്ഞില്ല, നമുക്ക് പുതിയ ചെരുപ്പ് വരെ വേണ്ടി വന്നില്ല, പെർഫെക്റ്റ്ലി 100% ബോൺ സെറ്റ് ചെയ്തു ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി പേഷ്യന്റ് ഹു ഈസ് സ്റ്റേയിങ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ലോങ് പീരീഡ് ഗീവ് ദം റെസ്ക്യൂ റെമഡി TDS. റീക്കവർ എന്ത് മെഡിസിൻസോ കഴിച്ചോട്ടെ, ഫാസ്റ്റ് റീക്കവറി അവർക്ക് വരും, സംശയിക്കുക വേണ്ട. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൊടുത്ത് അത്ഭുതങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുക. തീർച്ചയായിട്ടും. നമ്മളെ മരണ വീട്ടിൽ പോവാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ, അവർക്കെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ നിയറസ്റ്റ് റിലേറ്റീവ്സിനൊക്കെ റെസ്ക്യൂ റെമഡി കഴിച്ചു നോക്കും. അത് ഫാസ്റ്റ് ആയിട്ട് ഡിപ്രഷനിലേക്ക് പോവാണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കും, സംശയിക്കുക വേണ്ട. എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ സിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അവരെ ഭർത്താക്കന്മാരൊക്കെ മരിച്ച സമയത്ത്, അവരെ മക്കൾ പറ്റിയ സമയത്ത്, ഒരാൾക്ക് ക്യാൻസർ, ഒരാൾക്ക് മകൻ മരിച്ചു, ഭർത്താവ് മരിച്ചു, മകൾക്ക് ക്യാൻസർ, ഇങ്ങനെ ഒരു ഫാമിലിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാതിരിക്കില്ല. പക്ഷെ അവരെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച മരുന്ന് റെസ്ക്യൂ റെമഡിയായിരുന്നു. സാറേ, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇതിന്റെ ഒരു വണ്ടർ, ഇപ്പോഴാണ് ഓർമ്മ വന്നു, ഇതൊരു വണ്ടർ എനിക്ക് കാണിക്കാൻ പറ്റും. ഞാനൊരു പരീക്ഷയ്ക്കായിരുന്നു. അതായത് ഒരു 24 വയസ്സുള്ള അവരുടെ 3 മക്കളിൽ 24 വയസ്സുള്ള അവൻ സൂയിസൈഡ് ചെയ്തു. ഒരു പ്രത്യേക ഒറ്റ ബുദ്ധി ടൈപ്പ് ഓട്ടിസ്റ്റിക് ടൈപ്പ് പയ്യനായിരുന്നു. ഓട്ടിസം അല്ല, ഒറ്റ ബുദ്ധി. അവനൊരു എന്ത് തോന്നിയാൽ അങ്ങോട്ട് ചെയ്തിരിക്കും, അത് ടൈപ്പ് കഥാപാത്രമായിരുന്നു. ഇവൻ സൂയിസൈഡ് ചെയ്തു. അപ്പൊ വീട്ടിൽ ഭയങ്കര ഷോക്കായി പോയി. അപ്പോൾ ഇവന്റെ ഫാദറ്, മദറ്, ഫാദറിന്റെ പെങ്ങള്, ഇവന്റെ പെങ്ങളുടെ ഹസ്ബൻഡ്, ഇത്തരം പേരുള്ള കുടുംബത്തിൽ ആർക്കും അതിന് ശേഷം ഉറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ ഫാമിലിക്ക് മൊത്തമായിട്ട് കൊടുക്കാനായിട്ട് വൈറ്റ് ചെസ്റ്റ്നട്ട് ഇവരുടെ മേശപ്പുറത്തുള്ള ജഗ്ഗില് വെള്ളത്തിലേക്ക് വൈറ്റ് ചെസ്റ്റ്നട്ട് ഒഴിച്ച് വെച്ചേക്കാൻ പറഞ്ഞു ഡെയിലി. ഫസ്റ്റ് ഡേ തന്നെ അവർ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ തോട്ട്സിനെ ശരിക്കും വേറൊന്നും നോക്കാതെ
പെർസിസ്റ്റന്റ് തോട്ട്സ് വൈസിനെ ഇല്ലാണ്ടാക്കുമല്ലോ അത്. ഇത് അപ്പോ വെച്ചിട്ട് ഉറക്കക്കുറവുള്ളവർക്കാണെങ്കിൽ എന്ത് കൊടുക്കും? ഈ ഉറക്കക്കുറവ് ചിന്തകൾ കൊണ്ടാണെങ്കിൽ വൈറ്റ് ചെസ്റ്റ്നട്ട് നല്ല മെഡിസിൻ. അല്ലാതെ ഡിപ്രഷനോ അങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിലോ? ഡിപ്രഷനും ചിന്തകളായിരിക്കുമല്ലോ. ചിന്തകൾ കൊണ്ടാണ് ഉറങ്ങാത്തയാണെങ്കിൽ വൈറ്റ് ചെസ്റ്റ്നട്ട് വരും. അല്ലാണ്ട് ഒരാൾക്ക് ഇപ്പോൾ പല കാരണങ്ങൾ ഉറക്കം വരും, തണുപ്പടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫലിക്കില്ല. ചിന്തകളായിരിക്കും കൂടുതൽ അല്ലേ ഈ ഉറക്കക്കുറവിന്? ചിന്തകളൊക്കെ ഫൈനാൻഷ്യൽ കുറിച്ച് ചിന്തിക്കുക, മക്കളെ കുറിച്ച് ചിന്തിക്കുക, ഭർത്താവിനെ കുറിച്ച്, ജോലിയെ കുറിച്ച് ചിന്തിക്കുക, ഇതെല്ലാ തോട്ട്സും നമ്മൾ കിടക്കാൻ നേരത്തെല്ലാം മനസ്സിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഉറക്കം പോകും. ആ ഉറക്കം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഉറക്കം പോകും. അപ്പൊ അതിന് മുമ്പ് തന്നെ ഉറങ്ങണം നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കും. റിസ്ക് റെമഡി ട്രൈ ചെയ്യാം. ഇതിലൊക്കെ നമുക്ക് റിസ്ക് റെമഡി 2 ദിവസത്തിൽ കഴിച്ചു നോക്കാം. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സമയം കുറഞ്ഞു വരികയാണ്. പിന്നെ എനിക്കിത് കേൾക്കുന്ന ഡോക്ടർമാരായിട്ട് പറയാനുള്ളത്, ഇപ്പം ഞാൻ 2 കേസിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഈ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് ICUവിൽ അവിടെയൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ കേസൊക്കെ പഠിച്ച് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ റെസ്ക്യൂ റെമഡിയെങ്കിലും കൊടുത്തു വിട്ടിട്ട് അമ്പലത്തിലാണെന്നോ പള്ളിയിൽ നിന്ന് കിട്ടിയ വെള്ളമാണെന്നൊക്കെ പറഞ്ഞ് ഈ പേഷ്യന്റിനെ കാണാൻ അകത്ത് കയറുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് വല്ല പഞ്ഞിയിൽ മുക്കി ഉരുട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ വെച്ച് തടവി കൊടുക്കാൻ പറയാം. 2 നേരം വെച്ചെങ്കിലും ഒരാളെങ്കിലും കാണിച്ചാൽ മതി. ആ ഒരാൾ പോയിട്ട് ഈ പേഷ്യന്റ് ശരീരത്തിൽ തടവിയാൽ ഹോസ്പിറ്റലുകാർക്ക് മിറക്കിൾ എന്ന് പറഞ്ഞു പോകുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാവും. അല്ല, തടവണമെന്നില്ലല്ലോ. ഇപ്പൊ ഈ വെള്ളം കൊടുക്കുന്നതിലൊക്കെ ICUവിൽ കിടക്കുന്ന പേഷ്യന്റ് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമോ? അതല്ല, രാവിലെ വൈകിട്ടൊക്കെ ഓരോരുത്തരെ കാണാൻ അല്ലല്ല, ചിലവരൊക്കെ മുഖത്തൊക്കെ മറ്റേ മാസ്ക് ഇരിക്കായിരിക്കും, വലിയ സാധനങ്ങൾ ഓക്സിജൻ കൊടുക്കാനൊക്കെ. അവിടെ നമുക്കൊരു വഴിയില്ല. നമ്മുടെ മോനല്ലേ ചേട്ടനല്ലേ പറഞ്ഞ് നമുക്ക് തടവി കൊടുക്കാനേ പറ്റുള്ളൂ. അതിനാരും തടയില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പഞ്ഞിയിൽ ഇത് നനച്ച് വെച്ചിട്ട് റെഡിയായിട്ട് അകത്തോട്ട് കയറുക. ആരെയും കാണിക്കാൻ വേണ്ട, നമ്മൾ തടവുന്നു. അപ്പൊ ഈ പഞ്ഞി കൊണ്ട് നനയുന്നു. ഞാൻ അങ്ങനെയാണ് ഇപ്പൊ 2 പേർക്ക് പെട്ടെന്ന് വ്യത്യാസം വന്നു. ഇത് എല്ലാവരും അങ്ങ് ചെയ്ത് നമുക്ക് പതുക്കെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നാലേ നാളെ സംഭവം മറ്റവരിത് പഠിക്കുള്ളൂ. അല്ലാതെ അവരുടെ അനുവാദം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. വെള്ളം കൊടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അതിൽ അങ്ങനെയും കൊടുക്കാൻ ബെസ്റ്റാണ്. ചിലർക്ക് ഇപ്പൊ അമ്പലത്തിൽ വെള്ളമാണ്, പള്ളിയിൽ ആനം വെള്ളം എന്നൊക്കെ പറഞ്ഞ് വായി കൊടുത്ത് ചില നേഴ്സുമാർ ഒഴിച്ചു കൊടുക്കുള്ളൂ. പക്ഷെ അത് മുഖത്തൊക്കെ ഇതൊക്കെ ഇരിക്കണമെങ്കിൽ വലിയ ദുർഘടം പിടിച്ച അവസ്ഥയാണെങ്കിൽ മുഖത്തുനിന്ന് അവർക്ക് മാറ്റാൻ പറ്റില്ല. അല്ല, ഇതിൽ ശരിക്കും ബെസ്റ്റ് മെത്തേഡ് എന്താ അറിയോ? പഞ്ഞി നെല്ല് നനച്ചിട്ട് പൊക്കിളിൽ വെച്ച് കൊടുത്തു നോക്കും. പൊക്കിളിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നേവൽ റീജിയനിൽ വെച്ച് കൊടുത്താൽ മതി. പക്ഷെ സാറേ ICU കിടക്കുന്ന പേഷ്യന്റിന് പൊക്കിളും മേലും തൊടാൻ നമുക്ക് പറ്റില്ല. മൊത്തം മൂടിപ്പോയി അല്ല, കൈ മാത്രമല്ല ഉണ്ടാവുള്ളൂ. കയ്യിലോ അതല്ലെങ്കിൽ ചെവിമേൽ തൊടാൻ പറ്റില്ല. ചെവിയാണ് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന ഏരിയ. ചെവിയിലോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും വെച്ച് തടവാൻ പറയുന്നു കിട്ടണോടത്ത്. ഞാൻ കഴിയാവുന്ന ചെവി തടവാൻ പറ്റുമെങ്കിൽ അവിടെ തടവാൻ പറയും. അതുകൊണ്ടാ. ഓക്കെ, നമ്മളെ സമയം അങ്ങനെ 24 ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ സലീംകുമാർ ഡോക്ടർക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസുകൾ ഇനി പറയാം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോഴേ ഓർമ്മ വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ റെമഡീസ് ഉപയോഗിക്കാനുള്ള ചാൻസസ് നിറയാണ്. പക്ഷെ നമ്മളത് ചെയ്യാറില്ല എന്നുള്ള വസ്തുത ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോ നമ്മളെ പേഷ്യൻസ് വരുന്നതിലൊക്കെ പല ഡോക്ടേഴ്സും സൾഫർ മറ്റേ ഓൺ ദ സ്പോട്ട് വായിൽ വെച്ചിച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതേമാതിരി പേഷ്യൻസ് നമ്മുടെ മുമ്പിലിരിക്കുന്ന പേഷ്യൻസ് എല്ലാവരും നാക്കിലും റെസ്ക്യൂ റെമഡി ആദ്യം ഒന്ന് കൊടുത്തു നോക്കിയിട്ട് നിങ്ങൾ കേസ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ആലോചിച്ച് നോക്കി എങ്ങനെയായിരിക്കും. ഗോപികൃഷ്ണൻ സാറിന്റെ വേറൊരു ശിഷ്യൻ വന്നിട്ടുണ്ട്. കരിയൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നമസ്കാരം സാറേ. പേഷ്യന്റ് വിളിച്ചിരുന്നോ സാറിനെ? വിളിച്ച് ശരി. അവര് വരും. അവരെ
അയാൾക്ക് നമ്മള് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇഗ്നേഷ്യ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് നമ്മള് റെസ്ക്യൂ റെമഡിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് റെസ്ക്യൂ റെമഡി കൊടുത്ത സ്ഥിതിക്ക് എമർജന്റ് ആയിട്ട് കൂടെ റെസ്ക്യൂ റെമഡി ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഡോക്ടർ ഹരികിരൺ ഡോക്ടർ എനിക്ക് പറഞ്ഞു തരും പറഞ്ഞിട്ടുണ്ട്. അവര് എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോ ഏത് മരുന്ന് കഴിക്കുന്നത് സാറ് വേറെ തരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അതേപോലെ പറഞ്ഞ വേറെ ആയിട്ട് കൊടുത്താൽ മതി. ഇതാണ് പറഞ്ഞത്. ഞാനതായിട്ട് കൊടുക്കാം. അതെ അതെ, അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇന്നലെ അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അവര് വിളിച്ചില്ല, അവരെന്നെ അപ്പൊ ഇങ്ങനെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ ഞങ്ങൾ സിറ്റുവേഷൻ സേവ് ചെയ്യാൻ സാധിക്കും, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല. അത് ഡോക്ടർ പറഞ്ഞ വേറെ മരുന്നേരും പറഞ്ഞിട്ടുണ്ട്. ഞാന് അങ്ങനെ. അപ്പൊ പിന്നെ വേറെ സാർ ഇതൊന്നുമല്ല, ഇതൊരു വാസ്റ്റ് എഫിഷ്യൻസിയാണ് ഈ ബാക്ക്ലവർ റെമഡിയിൽ. ഇപ്പൊ ഞാനിതിനെ ഒരു റിസർച്ച് തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് മൂന്നെണ്ണത്തിൽ ഇപ്പൊ എനിക്ക് വണ്ടർഫുൾ റിസൾട്ടാണ്. അതായത് IBS, പിന്നെ മൈഗ്രെയിൻ, പിന്നെ എനി ക്രോണിക് ഡിസീസ് റിലേറ്റഡ് വിത്ത് മൈൻഡ്. ഞാൻ ഈ പിന്നെ ബാക്ക്ലവർ റെമഡി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ക്രോണിക് ഡിസീസസിനും റെസ്ക്യൂ റെമഡിയും കൊടുക്കുന്നുണ്ട്. ഏത് മെഡിസിനാണ് കൊടുത്തത്? അതൊക്കെ സസ്പെൻസ് എന്ന് വെച്ചാൽ അത് ഞാന് മാറിയും മറിഞ്ഞും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാനൊരു റിസർച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞില്ലേ, ഞാനിത് പറയാം. ഞാനിത് അടുത്ത് തന്നെ ഒരു കുറെ നാള് കഴിയുമ്പോ ഞാൻ ഇതിന് കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. കോമ്പിനേഷൻസ് ഈ IBSന് എന്ത് മെഡിസിൻ കൊടുക്കാന്ന് സാറ് ആങ്സൈറ്റി വെച്ചിട്ട് നിങ്ങള് ഞാൻ ഫറൂഖ് മാസ്റ്ററുടെ പുസ്തകമാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. പല റെപ്പർട്ടറി ഉണ്ട് അദ്ദേഹത്തിന്റെ. ആ റെപ്പർട്ടറി വെച്ച് ഞാൻ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇതിലെ ആങ്സൈറ്റി എന്നുള്ള റൂബ്രിക് എടുക്കണം. എന്നിട്ട് അത് ബാക്ക്ലവർ റെമഡി ഏതാണെന്ന് എല്ലാം നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് അത് പ്ലസ് ചെയ്ത് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മെഡിക്കേറ്റ് ചെയ്ത് പേഷ്യന്റിന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭയങ്കര റിസൾട്ട്. അതായത് ആങ്സൈറ്റി ആണ് IBSന്റെ ഒരു മെയിൻ റീസൺ. പിന്നെ ഹോമിയോപ്പതി മരുന്ന് അതിന്റെ കൂട്ടത്തിൽ കൊടുത്തു നോക്കും. ഇത്രയും ചെയ്താൽ മതി. ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് റെപ്പർട്ടറി, അദ്ദേഹത്തിന്റെ റെപ്പർട്ടറിയിൽ ആങ്സൈറ്റി കുറെ പറയുന്നുണ്ട്. ഞാനിപ്പം എന്റെ കയ്യിലില്ല, അതായത് ഞാൻ പറഞ്ഞു തന്നേനെ. പക്ഷെ എന്നാലും കുറെ കൂടെ ഒക്കെ ഞാൻ റിഫൈൻ ചെയ്യട്ടെ. റിഫൈൻ ചെയ്ത് തന്നെ റിഫൈൻ ചെയ്തിട്ട് ഞാൻ ഇത് ഈ ഫോറത്തില് ഞാൻ പറഞ്ഞു തരാം. പിന്നെ മൈഗ്രെയിൻ വണ്ടർഫുൾ ആക്ഷനാണ് മൈഗ്രെയിൻ. അതും ഈ ആങ്സൈറ്റി റിലേറ്റഡ് ആണ്. ഇപ്പൊ ഈ നീറ്റ് എക്സാമില്ലേ വരാൻ പോകുന്നത്, 4ാം തീയതി നീറ്റ് എക്സാം ആണ്. ഇപ്പൊ ഒരു 8 കുട്ടികൾക്ക് ഞാൻ ഈ മരുന്ന് കൊടുക്കുന്നുണ്ട്. 8 കുട്ടികൾ. ഈ 8 കുട്ടികളും മൈഗ്രെയിൻ കുട്ടികളാണ്. അത് കോസ് ഈസ് ഇതാണ്, ഇതിന്റെ ആങ്സൈറ്റി ആണ്. ഈ പരീക്ഷയുടെ ആങ്സൈറ്റി ആണ്. അതിന് ഇതുപോലെ എടുത്ത് ഞാൻ മെഡിസിൻ കൊടുക്കണം. അതിന്റെയൊക്കെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ അതിന്റെ എല്ലാ റിസൾട്ട്. എന്തായാലും ഇതൊരു എന്താ ഗോഡ് ഗിവൺ മെഡിസിൻ ആണ് ഈ ബാക്ക്ലവർ റെമഡീസ് എന്ന് പറയുന്നത്. ഒരു സംശയം ഒരു ചാറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും സാർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഈ ബാഷ് ഫ്ലവർ റെമഡി റെഫർ ചെയ്യാൻ ഏതൊക്കെ ബുക്സ് ഉണ്ടെന്നുള്ളത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നാലും ആ ക്ലാസ്സിൽ കയറാത്തവരായിരിക്കും. ഒന്ന് പറഞ്ഞേക്കണേ ഗോവിഷ്ണൻ സാർ. Applying bachelor therapy to the healing portion of homeopathy. Dr. Cornelia Richardson's book. Bash flower therapy to the healing profession, homeopathy, psychology, psychiatric, psychosomatic by Dr. Cornelia Richardson. പിന്നെ ഫിലിപ്പ് എം ചാൻസലറുടെ ഹാൻഡ്ബുക്ക് ഓഫ് ദി ബാഷ് ഫ്ലവർ റെമഡീസ്. ഫിലിപ്പ് എം ചാൻസലറുടെ. സാർ കഴിഞ്ഞോ? ഒരു കാര്യം പറയട്ടെ.
സാറേ ഓക്കെ ഇപ്പൊ വേറെ ഒരു ചെറിയ റിസർച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ഇപ്പൊ ഇത് ബാക്ക് ഫ്ലവറിലല്ലേ, ഞാൻ ഇങ്ങനെ ഇലകളിൽ ചെയ്യുന്നുണ്ട്. ഇലകളിൽ ഓരോ ചെടിയുടെ ഇലയുണ്ടല്ലോ, ഓരോ ചെടിയുടെ ഇലയ്ക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. അത് ആ പ്രത്യേകത വെച്ച് ഞാനത് ടിഞ്ചറാക്കിയിട്ട് അതിന്റെ 1x പൊട്ടൻസി എടുത്ത് അത് 1x പൊട്ടൻസി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഡെസിമൽ പൊട്ടൻസി 3x എടുത്തിട്ട് ഞാൻ കൊടുത്തു നോക്കുന്നുണ്ട്. അതെങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. ഓക്കെ ഹരിഹരൻ സാറേ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട്, കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പരീക്ഷിക്കുന്ന പേര് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒത്തിരി നമുക്ക് ഡേറ്റാസ് കിട്ടി, അതിന് റിസൾട്ട് കിട്ടി കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു റിസർച്ച് നടത്തുന്നു അറിഞ്ഞത് സന്തോഷം. ഡോക്ടർ അത് എല്ലാം ഔട്ടാക്കാനുള്ള സമയം ആവുമ്പോ തീർച്ചയായിട്ടും ഒരു ദിവസം വന്ന് ഇതെല്ലാം ഞാൻ വേറൊരു വർക്ക് ചെയ്യുന്നുണ്ട്, അതും കൂടെ സാറിന്റെ ഒക്കെ പറയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹരിഹരൻ സാറ് 1 മിനിറ്റ് അധികമായി, ഇപ്പൊ നമ്മളെ സമയം കഴിഞ്ഞു. ഈ ഡോക്ടർ ശൈല മോഡറേറ്റ് ചെയ്യുമ്പോഴാണ് ഭയങ്കര ധൃതി. സമയമായിട്ട് തീർക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് സാറേ. അത് സാറിന് ചിലപ്പോ പറയാൻ മനസ്സുണ്ടായിരിക്കും, കേൾക്കാൻ കുറച്ചു പേർക്ക് മനസ്സുണ്ടായിരിക്കും, പക്ഷെ കുറച്ചു പേർക്ക് പോണമെന്നുള്ളവരും കാണും. നമുക്ക് സമയം പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് തീർക്കേണ്ടത്, അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കണ്ട. അപ്പൊ ഇതിപ്പോ പറയാൻ തുടങ്ങുമ്പോ അത് കുറെ സമയം എടുക്കും പറയാൻ, പെട്ടെന്ന് പറഞ്ഞ് തീരാവുന്ന കാര്യവുമല്ല. അതുകൊണ്ടാണ് ഒറ്റ വാക്കി ഡോക്ടർ ശൈലജ ഒറ്റ വാക്കി പറയാം. അതായത് സിന്തസിസ് റെപ്പർട്ടറിയില് വൺ വേർഡ് മെഡിസിൻ റൂബ്രിക് ഉണ്ട് ധാരാളം. വൺ വേർഡ് മെഡിസിൻ, അതായത് ഒരു റൂബ്രിക്കിന് ഒരു മരുന്നേ കാണത്തുള്ളൂ. അതിപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അത് അറിഞ്ഞാൽ സന്തോഷം. അപ്പൊ ഇന്നത്തെ നല്ലൊരു ക്ലാസ്സാണ് നമുക്ക് ഗോപികൃഷ്ണൻ സാറ് പ്രസന്റ് ചെയ്തത്. സാറിന്റെ ഇന്നത്തെ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി സലീം കുമാർ ഡോക്ടറെ ക്ഷണിക്കും. കഴിക്കാൻ ആരും മറക്കരുത്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം എന്തായാലും ഞാനും കഴിച്ചിട്ട് വന്നിരിക്കും. ശരിയാ, ഡോക്ടർ ശൈലജ പ്രത്യേകം കഴിക്കണം. അത് ശരി, അല്ലാതെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞ് ഏറ്റിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ പറഞ്ഞ പോലെ എന്റെയും ഒരു ഇമ്പേഷ്യൻസ് കൊണ്ട് തന്നെയാണ് ഞാനത് കഴിക്കായിരുന്നു. ഇത് ഓരോ ദിവസം കഴിച്ച് കഴിക്കണമല്ലോ സാറ് പറഞ്ഞ പോലെ. അപ്പൊ അതിനുള്ള ക്ഷമയില്ലാണ്ട് പോയി, അതുകൊണ്ടാണ്. അതിനുപോലും ക്ഷമയില്ല. പിന്നെ ഇത് ഓർക്കൂല. പേഴ്സണലായിട്ട് സംസാരിക്കാം. എന്താ അറിയാമോ, ഏതായാലും ഇങ്ങനെ ഒരു നമ്മളെ IOPH തുടങ്ങി വെച്ച ഇതിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആദ്യം പറയേണ്ടത് നമ്മുടെ ഗോപികൃഷ്ണൻ സാറാണ്. ഇത് സാർ വലിയൊരു ചെറിയൊരു വിപ്ലവമാണ് ഇവിടുത്തെ ക്ലാസ്സുകൾക്ക് ഉണ്ടാക്കിയത്. കുറെ പേരൊരു പുതിയ ഒരു വഴിയിലൂടെ തിരിച്ചുവിടാൻ സാറിന് കഴിഞ്ഞു. അത് നിസ്സാരമായ നേട്ടമല്ല. ഏതായാലും അതിന് ഞാൻ IOPHന്റെ പേരിൽ സാറിന് നന്ദി പറയുന്നു. ഇനിയും സാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് കൂടുതൽ വെളിച്ചം പകരുക. ഓക്കെ സാർ. ഒരു നോർത്ത് ഇന്ത്യൻ ഡോക്ടറൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് ഒരു നോർത്ത് ഇന്ത്യൻ ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സലീം കുമാർ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോ ഇന്ന് ക്ലാസ് എടുത്ത സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും, ഇനിയും ഇതുപോലുള്ള ക്ലാസ് ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ എടുത്ത ക്ലാസ് ആണെങ്കിൽ പോലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും പങ്കുവയ്ക്കുന്നതിനും ഗോപികൃഷ്ണൻ സാറിനെ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ആള് കുറവാണോ? സമയം കഴിയാറാകുമ്പോ എല്ലാരും വിട്ടുപോകും ഹരിഹരൻ സാറേ, അതുകൊണ്ടാണ് സമയബന്ധിതമായിട്ട് തീർക്കണമെന്ന് പറയുന്നത്.